അസ്സലാമു അലൈക്കും. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി വസല്ലം. സുബ്ഹാനൽ മുബ്ദി സുബ്ഹാനൽ ബാഖി സുബ്ഹാനൽ മുദി സുബ്ഹാനൽ അലിയിൽ അഅ്ലാ സുബ്ഹാനഹു വ തആല ലാ ശരീക ലഹു ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ആദരണീയരായ പണ്ഡിതന്മാർ, മറ്റു അധ്യാപകർ, പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, വിദ്യാർത്ഥികൾ, നിങ്ങളെല്ലാവരും നിങ്ങളുടെ അവാർഡ് വാങ്ങാൻ വേണ്ടി വന്നതാണ്. വളരെ മിടുക്കരായ വിദ്യാർത്ഥികളാണ് നിങ്ങൾ എന്നതിൽ സംശയമില്ല. സുൽത്താനുൽ ഉലമ പറഞ്ഞതുപോലെ കേരളത്തിനകത്തും പുറത്തുമുള്ള വിദ്യാർത്ഥികളുമായി മത്സരിച്ച് വളരെ സ്റ്റാൻഡേർഡിലുള്ള ഒരു എക്സാം പാസ്സായി അതിൽ നാഷണൽ ലെവൽ റാങ്കിൽ വന്ന മിടുക്കരായ കുട്ടികളാണ് എൻ്റെ മുമ്പിൽ ഉള്ളത്. അവരുടെ രക്ഷിതാക്കളും അവരുടെ ചില അധ്യാപകരുമുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായമുണ്ടോ? ഞാൻ എന്താണ് പറയേണ്ടത്, അല്ലെങ്കിൽ എന്തിനെക്കുറിച്ചാണ് പറയേണ്ടത് എന്ന് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിത്തിൻ 2 minutes പറയാം. എന്താണ് പറയേണ്ടത്? എന്തെങ്കിലും അഭിപ്രായം നിങ്ങൾക്ക് മനസ്സിലുണ്ടോ? എന്തെങ്കിലും എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ? ഓക്കെ, സിനോ. എന്തിനാ പഠിക്കുന്നത്? വ്യക്തമായ ഉത്തരം എന്തിനാ പഠിക്കുന്നത് എന്ന് ആർക്കെങ്കിലും? ഡോക്ടർ ആവുക, എഞ്ചിനീയർ ആവുക, പൈലറ്റ് ആവുക, അല്ലെങ്കിൽ ടീച്ചർ ആവുക, കോഡ്ലെസ് ഉണ്ടല്ലോ അല്ലേ. ഞാൻ മദിലെ ഒരു സ്കൂളിൽ ഒരു 6ാം ക്ലാസ്സിൽ ഇങ്ങനെ എൻ്റെ റൗണ്ട്സിൻ്റെ അന്ന് ഒരു ക്ലാസ്സിൽ ഇങ്ങനെ ചോദിച്ചു, എന്തിനാ പഠിക്കണ്ടേ എന്നുള്ളത്. അപ്പോൾ ഒരു കുട്ടി പറഞ്ഞു, ഐ വാണ്ട് ടു ബിക്കം എ ഡോക്ടർ, ഐ വുഡ് ലൈക്ക് ടു ബിക്കം എ പൈലറ്റ്, ഓർ ഐ വാണ്ട് ടു ബിക്കം എൻ എഞ്ചിനീയർ. ബാക്ക് ബെഞ്ചിൽ ഇരിക്കുന്ന ഒരു കുട്ടി പറഞ്ഞ ഉത്തരാണ് എനിക്ക് ഓർമ്മ വരുന്നത്, ഐ വാണ്ട് ടു ബിക്കം എ ഹ്യൂമൻ ബീങ്. എനിക്കൊരു മനുഷ്യനായി മാറണം. റിയലി നമ്മൾ അന്തം വിട്ടു പോകുന്ന രൂപത്തിലുള്ള ഒരു ഉത്തരായിരുന്നു ആ കുട്ടി തന്നത്. നമ്മൾ ഒരു മനുഷ്യനായി മാറാൻ വേണ്ടിയിട്ടാണ് നാം പഠിക്കുന്നത്. നിങ്ങളൊക്കെ അത് ഞാൻ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ സ്മാർട്ട് എന്ന് പറയുന്ന ഇന്ന് കേരളത്തിൽ നടത്തുന്ന ഈ വളരെ വിപുലമായ, വളരെ സയന്റിഫിക്കായ ഡിഫറെന്റ് ലെവലിൽ എക്സാം പാസ്സായി വന്ന് മർക്കസിന്റെ ഈ ക്യാമ്പസിൽ നിന്നും നിങ്ങൾ വാങ്ങുന്ന സർട്ടിഫിക്കറ്റുകളും നിങ്ങൾക്ക് കിട്ടുന്ന ഈ അവാർഡുകളും എനിക്കുറപ്പുണ്ട് ഇത് ജീവിതത്തിൽ ഒരു ബെഞ്ച് മാർക്കായിരിക്കും ഇൻഷാ അല്ലാഹ്. തീർച്ചയായിട്ടും അല്ലാഹു അതിന് തൗഫീക്ക് നൽകട്ടെ. നിങ്ങൾ ഇവിടെ ജയിക്കാനുള്ള കാരണം എന്തായിരിക്കും? ആർക്കെങ്കിലും പറയാനുണ്ടോ? പഠിച്ചതുകൊണ്ടും അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടായതുകൊണ്ടും. ശരി, ഗുഡ്. പിന്നെന്തെങ്കിലും ഉണ്ടോ പറയാൻ? കുറച്ചു പേര് തോറ്റതുകൊണ്ടാണ് അല്ലേ? ആം ഐ റൈറ്റ്? കുറച്ചു കുട്ടികൾ തോറ്റതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ 1ാം കിടക്കാരായിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്താണ് തോന്നിയിട്ടുള്ളത്? ഇപ്പോ നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ഈ അവാർഡ്, ഈ സ്മാർട്ട് സ്കോളർഷിപ്പ്, ഞാൻ നേരത്തെ പറഞ്ഞു, ലോകത്തിലെ ഏറ്റവും ടഫസ്റ്റ് എക്സാമായ ചൈനയുടെ ഗ്യോക്, ഇന്ത്യയുടെ JEE, നീറ്റ്, സിവിൽ സർവീസ് തുടങ്ങിയ എക്സാമിനേഷനിലേക്കൊക്കെ എത്താനുള്ള ഒരു വലിയ പാതയാണ്. ഞാൻ ഇന്നലെ നമ്മുടെ സൈദലി മാഷോടെ സംസാരിക്കുമ്പോഴാണ് സൈദലി സാറ് പറഞ്ഞത്, നിങ്ങളെ ഒരു മെന്ററിങ് പ്രോസസ്സിലൂടെ കൊണ്ടുപോവാനുള്ള പദ്ധതി സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് ഈ അവാർഡ് കിട്ടി എന്നതുകൊണ്ട് നമ്മൾ അവിടെ ഇരുന്നാൽ എന്തായിരിക്കും സംഭവിക്കുക? നമ്മൾ എന്ത് ചെയ്യണം? വി ഷുഡ് അപ്ഡേറ്റ്. നമ്മൾ നന്നായിട്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എനിക്ക് ഓർമ്മ വരുന്നത്, മുൻ അമേരിക്കൻ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല, ജിമ്മി കാർട്ടർ കേട്ടിട്ടുണ്ടോ? ജിമ്മി കാർട്ടർ ആരാന്നറിയുന്നവർ കൈപൊക്കിക്കേ. ബോയ്സ്, ജിമ്മി കാർട്ടർ
ഓക്കെ, മുൻ അമേരിക്കൻ പ്രസിഡന്റ് ജിമ്മി കാർട്ടറുടെ ഒരു ഇന്റർവ്യൂ നടക്കുകയാണ്. ആരെ ഇന്റർവ്യൂ നടത്തുന്നത്? ന്യൂക്ലിയർ സയൻസിന്റെ പിതാവായ ഡോക്ടർ ഹൈമൺ. ഡോക്ടർ ഹൈമൺ ജിമ്മി കാർട്ടറിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഹലോ പ്രസിഡന്റ്, അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നു ജിമ്മി കാർട്ടർ. ജിമ്മി കാർട്ടറിനോട് ചോദിക്കുന്നുണ്ട്, ഹലോ പ്രസിഡന്റ്, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? ലോകം മുഴുവൻ കാണുന്ന ഒരു ഇന്റർവ്യൂ ആണ്. യെസ്, ചോദിച്ചോളൂ. എന്താ ചോദ്യം? നിങ്ങൾ നിങ്ങളുടെ കഴിവിന്റെ എത്ര ശതമാനമാണ് ഉപയോഗിക്കുന്നത് എന്ന്. പ്രസിഡന്റ് ഒന്ന് ഞെട്ടിപ്പോയി. നമ്മുടെ കഴിവിന്റെ ഞാൻ ആ ചോദ്യം നിങ്ങളോട് ചോദിക്കുന്നു. നിങ്ങളുടെ കഴിവിന്റെ എത്ര ശതമാനമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഈ ക്വസ്റ്റ്യൻസ്? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇഷ്ടം പോലെ അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്, കഴിവുകൾ തന്നിട്ടുണ്ട്, കപ്പാസിറ്റി തന്നിട്ടുണ്ട്, കോമ്പിറ്റൻസി തന്നിട്ടുണ്ട്. ഇതിൽ എത്ര ശതമാനമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? മോൻ എത്ര ശതമാനം ഉപയോഗിക്കുന്നുണ്ടാവും മോന്റെ കഴിവിന്? ആലോചിച്ചിട്ടില്ല. പിന്നെ ആരെങ്കിലും ഇത് ആലോചിച്ചിട്ട്? അപ്പൊ പ്രസിഡന്റിന് ഇത് ഉത്തരം കിട്ടാതായി. പ്രസിഡന്റ് ആലോചിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്, വൈ നോട്ട് ദ ബെസ്റ്റ്. വളരെ മനോഹരമായ പുസ്തകമാണ്, ചെറിയ ബുക്കാണ്. വൈ നോട്ട് ദ ബെസ്റ്റ്? എന്തുകൊണ്ട് നാം നമ്മളുടെ ബെസ്റ്റ് പുറത്തെടുക്കുന്നില്ല? എൻ്റെ പ്രിയപ്പെട്ട സ്മാർട്ട് ടാലന്റഡ് സ്റ്റുഡൻസിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഇഷ്ടം പോലെ കഴിവുകളുണ്ട്. വൈ നോട്ട് ദ ബെസ്റ്റ്? എന്തുകൊണ്ട് എൻ്റെ ബെസ്റ്റ് വേർഷൻ പുറത്തെടുക്കുന്നില്ല? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഇത്? ഈ ചോദ്യം നിങ്ങൾ ചോദിക്കുമ്പോഴാണ് നിങ്ങൾ നിങ്ങളായി മാറുക. യു ഷുഡ് ആസ്ക് നിങ്ങൾ ചോദിക്കണം, നിങ്ങൾ ഇന്ന് ഈ അവാർഡ് വാങ്ങിപ്പോയി, ഈ അവാർഡ് നിങ്ങളുടെ നിങ്ങളുടെ പൂമുഖത്ത് അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ ഇത് വെക്കുന്നത്, നിങ്ങളുടെ ഉമ്മയുടെ അടുത്ത് ആദ്യമായി കൊണ്ടുപോയി കൊടുക്കുക അല്ലേ? ഉമ്മയുടെ അടുത്തും ഉപ്പയുടെ അടുത്തും അവാർഡ് കൊണ്ടുപോയി കൊടുത്തിട്ട് മഹാന്മാരുടെ അനുഗ്രഹങ്ങളിലൂടെ വാങ്ങിയ അവാർഡ് നിങ്ങൾ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്, വൈ നോട്ട് ദ ബെസ്റ്റ്? എന്തുകൊണ്ട് ഞാൻ എൻ്റെ ബെസ്റ്റ് പുറത്തെടുക്കുന്നില്ല? അങ്ങനെ ഈ ചോദ്യം ചോദിച്ചവരാണ് ലോകത്ത് വളർന്നു വന്നിട്ടുള്ളത്. ഇന്ന് ചോദിക്കണം, എന്തുകൊണ്ട് ഞാൻ എൻ്റെ കഴിവുകൾ പുറത്തെടുക്കുന്നില്ല? അതിൻ്റെ ഉത്തരം നിങ്ങൾ എഴുതി വെക്കണം. അങ്ങനെ ആ ചോദ്യം, എനിക്കുറപ്പുണ്ട് ഇന്നിവിടെ ഈ അവാർഡ് വാങ്ങുന്ന ഈ 60 കുട്ടികളും കേരളത്തിനും ഇന്ത്യക്കുമൊക്കെ ഉപകാരപ്പെടുന്ന വലിയ വലിയ പണ്ഡിതന്മാരും ചിന്തകരും ശാസ്ത്രജ്ഞന്മാരും ഒക്കെയുള്ള മിടുക്കരായ കുട്ടികളെ ഞാൻ ഇതിൽ കാണുന്നുണ്ട്. ആർ യു റെഡി? യെസ് ഓർ നോ? അതിനെന്താണ് നാം ചെയ്യേണ്ടത്? വി ഷുഡ് ആസ്ക് അവർസെൽഫ്. നാം നമ്മളോട് ചോദിക്കണം, എൻ്റെ കഴിവിൻ്റെ എത്ര ശതമാനമാണ് നാം ഉപയോഗിക്കുന്നത് എന്ന്. അങ്ങനെ നമ്മൾ ചോദിക്കുമ്പോൾ നമ്മൾ അത് എഴുതി വെക്കണം. എഴുതി വെച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ ഒന്നാം കിടക്കാരാകുന്നത്. റൈറ്റ്? ഞാൻ ചോദിക്കട്ടെ, ഒരു നമ്മുടെ ടിം ബേർണേഴ്സ്-ലിയെ കുറിച്ച്, ചാൾസ് ബാബേജിനെ കുറിച്ച് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഹൂ ഈസ് ദ കിങ് ഓഫ് സയന്റിസ്റ്റ്? കിങ് ഓഫ് സയന്റിസ്റ്റ് എന്നറിയുന്ന ആളാരാണ്? ശാസ്ത്രജ്ഞന്മാരുടെ രാജാവ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ഉണ്ട്, തോമസ് ആൽവ എഡിസൺ. ഈ തോമസ് ആൽവ എഡിസൺ ആണ് ബൾബിന്റെ ഫിലമെന്റ് കണ്ടുപിടിച്ചത്. ഈ ബൾബിന്റെ ഫിലമെന്റ് കണ്ടുപിടിക്കാൻ തോമസ് ആൽവ എഡിസൺ 1019 പരീക്ഷണങ്ങൾ നടത്തി തോറ്റുപോയ ആളാണ്. ഈ 1019 പരീക്ഷണങ്ങൾ നടത്തി ഓരോ തവണ തോൽക്കുമ്പോഴും ഇയാൾ പിറകോട്ട് പോയോ? ഇല്ല. ഈ പിറകോട്ട് പോകാത്തത് കൊണ്ടാണ് അദ്ദേഹം ശാസ്ത്രജ്ഞന്മാരുടെ രാജാവ് എന്ന അപരനാമം കിട്ടി. ലോകത്ത് ഇത്രത്തോളം പേറ്റന്റ് ഉള്ള വേറൊരു ശാസ്ത്രജ്ഞൻ ഇല്ല. അപ്പൊ അദ്ദേഹം തന്റെ കഴിവുകൾ മനസ്സിലാക്കി അദ്ദേഹം രണ്ടാമത് ചെയ്തൊരു കാര്യം എന്തായിരുന്നു? വർക്ക് സ്മാർട്ട്. വളരെ സ്മാർട്ട്. നമ്മൾ ഹാർഡ് വർക്ക് അല്ല നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ സ്മാർട്ട് വർക്ക് ആണ് ചെയ്യേണ്ടത്.
കഠിനാധ്വാനം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ക്ഷീണിച്ചു പോകും. എന്നാൽ സ്മാർട്ടായിട്ട് കാര്യങ്ങൾ ചെയ്താൽ, ഈ പേര്, ഈ സ്മാർട്ട് എന്ന് പേരിട്ടവർക്ക് കൊടുക്കണം 1000 അവാർഡ് എന്നാണ് എൻ്റെ. എവിടേക്കും അതിൻ്റെ മീറം അടങ്ങാൻ പറ്റും. അപ്പൊ ഈ സ്മാർട്ടായിട്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്ന കുട്ടികളൊന്ന് എണീറ്റ് നിന്നേ. ഹാർഡ് വർക്ക്, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യരുത്. എന്ത് വർക്ക് ചെയ്യേണ്ടത്? സ്മാർട്ട് വർക്ക്. ഞാൻ പറഞ്ഞുതരാം എന്താണ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹാർഡ് വർക്ക് ആൻഡ് സ്മാർട്ട് വർക്ക്. അതവിടെ നിൽക്കട്ടെ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ പഠിക്കുന്നത് മനുഷ്യനാവാൻ വേണ്ടിയാണ്, നല്ല സ്വഭാവമുള്ളവരാവാൻ വേണ്ടിയിട്ടാണ്. അതൊക്കെ നിന്നു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ കഴിവുകൾ എത്ര ശതമാനമാണ് നാളെ അള്ളാഹു ചോദിക്കും, ഞാൻ നിനക്ക് ഇത്ര കഴിവ് തന്നിട്ടുണ്ട്, നീ ഇതിൻ്റെ എത്ര ശതമാനമാണ് ഉപയോഗിച്ചത് എന്ന് അള്ളാഹു ചോദിക്കുമ്പോൾ അതിന് നമുക്ക് ഉത്തരം പറയാൻ കഴിയണം. അതിന് നാം ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താ ചെയ്യേണ്ടത്? നമ്മളൊരു പേപ്പർ എടുത്ത് എഴുതണം എത്ര ശതമാനമാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ പല ക്ലാസ്സുകൾ കേട്ടിട്ടുള്ള കുട്ടികളായിരിക്കാം. ഇപ്പൊ നിങ്ങൾക്ക് സ്മാർട്ട് അവാർഡ് വാങ്ങിയ കുട്ടികളാണ് നിങ്ങൾ. ഇപ്പൊ എന്നിട്ടും നമ്മൾ അപ്ഡേറ്റ്, ഞാൻ പറഞ്ഞു സ്മാർട്ടിന്റെ അടുത്ത പദം അപ്ഡേറ്റ് ആണ്. നിങ്ങളിങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. ലോകത്ത് വാറൻ ബഫറ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് ആരെങ്കിലും? കൈപൊക്കുക. ഏറ്റവും നല്ല ഉത്തരം പറയുന്ന ചിലവർക്ക് എൻ്റെ വക ഒരു സമ്മാനം ഉണ്ടാവും. വാറൻ ബഫറ്റിനെ കേട്ടിട്ടുള്ളവർ? ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാരിൽ ഒരാളാണ് വാറൻ ബഫറ്റ്. ഈ വാറൻ ബഫറ്റ് ഒരു ദിവസം 500 പേജ് വായിക്കുമത്രേ. നമ്മളൊക്കെ എത്ര പേജ് വായിക്കും? ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരനായ വാറൻ ബഫറ്റ് ഒരു ദിവസം 500-ലധികം പേജുകൾ വായിക്കുമത്രേ. എന്തിനാണ്? അദ്ദേഹത്തിൻ്റെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ, അപ്ഡേറ്റ് ചെയ്യാൻ. അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ഇഫ് യു ആർ നോട്ട് അപ്ഡേറ്റ് വി വിൽ ഔട്ട്ഡേറ്റ്. നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയി പോകും, നമ്മൾ ആർക്കും വേണ്ടി വരില്ല. അതുകൊണ്ട് സ്മാർട്ട് അവാർഡ് കിട്ടി ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നും, യെസ് ഐ ആം ദ ബെസ്റ്റ് ഇൻ ഇന്ത്യ, ഞാനാണ് ഇന്ത്യയിലെ ഏറ്റവും നല്ല കുട്ടി. യെസ്, നിങ്ങൾക്ക് വിചാരിക്കാം. ബട്ട് ഓരോ ദിവസവും നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കണം. റൈറ്റ്? അങ്ങനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക? വളരുക. ഇനി അടുത്തതായി ഞാൻ വളരെ സിമ്പിളായിട്ട്, വളരെ കുറച്ച് സമയമായതുകൊണ്ട് ഞാൻ വളരെ ഷോർട്ടായിട്ട് പറയാണ്. നമുക്ക് പിന്നെ നിങ്ങളൊക്കെ സ്മാർട്ട്, ഇതിൽ ബുദ്ധി കുറഞ്ഞ കുട്ടികൾ ഇവിടെ ഉണ്ടാവില്ല. കാരണം ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഞാൻ വളരെ മനോഹരമായ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആയിരുന്നു, വളരെ ടാലൻറ്റഡ് ആയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, വളരെ ബ്രില്യൻ്റ് ആയ ക്വസ്റ്റ്യൻ പേപ്പർ. അതിലൂടെ നിങ്ങൾ വന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. നിങ്ങൾക്കൊരു ഒരു ഗോൾ ഉണ്ടായിരിക്കണം. ഒരു ഗോൾ എന്ന് പറയുമ്പോൾ ഒരു ലക്ഷ്യവും ലക്ഷ്യബോധവും ഉണ്ടാവണം എന്ന് പറയാറുണ്ട്. ഞാൻ അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ എന്തായിരിക്കും നമ്മളിങ്ങനെ, ഒരു കുട്ടിയോട് ഞാൻ ചോദിച്ചു, എന്തിനാ അങ്ങനെ പഠിക്കുക? നിങ്ങൾക്കൊക്കെ ഇതിലൊക്കെ വളരെ വ്യക്തമായ ഒരു അംബീഷൻ ഉണ്ടായിരിക്കണം, ഒരു ആഗ്രഹമുണ്ടായിരിക്കണം, ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം. നമ്മളുടെ APJ അബ്ദുൽ കലാം സാറ് പറഞ്ഞതുപോലെ എ ബേണിംഗ് ഡിസയർ. അതാണ് ഏറ്റവും നല്ല ലക്ഷ്യബോധത്തെക്കുറിച്ച് പറയുന്നത്. എ ബേണിംഗ് ഡിസയർ, നമ്മളുടെ മനസ്സിൽ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ആഗ്രഹം ഉണ്ടാവണം. മനസ്സിൽ ആ ഒരു ബേണിംഗ്, അത് എന്ത് തന്നെ സംഭവിച്ചാലും ഞാനത് നേടിയെടുക്കും എന്നുള്ള ഒരു ഉദ്ദേശ്യം. നിങ്ങൾക്കറിയോ, ഇന്ത്യയിലെ ഏറ്റവും ടഫസ്റ്റ് എക്സാമിനേഷന്റെ പേരറിയുന്നവരെന്ന് കൈപൊക്കിയ കുട്ടികൾ? ലോകത്തിൽ ഞാൻ പറഞ്ഞു ചൈനയുടെ ഗായ്കോക്സ് എക്സാംസ്. എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും ടഫസ്റ്റ് എക്സാം എന്ന് പറയുന്നത് ഏതാ? സിവിൽ സർവീസ് എക്സാം എന്ന് വേണമെങ്കിൽ പറയാം. സിവിൽ സർവീസ് എക്സാം UPSCയുടെ. അത് കഴിഞ്ഞാലുള്ളത് IIT-യിലെ JEE ആണ്, ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷൻ. IIT-യിലെ JEE. ഞാൻ പറയട്ടെ, സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ സ്മാർട്ട് സ്കോളർഷിപ്പ് വാങ്ങിയ കുട്ടികൾക്ക് JEE-യും സിവിൽ സർവീസൊക്കെ പുല്ലുവിലയായിരിക്കും. എന്താ നമ്മൾ ചെയ്യേണ്ടത്? അപ്ഡേറ്റ്. നമ്മളിങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. അങ്ങനെ ആകുമ്പോൾ രക്ഷിതാക്കളും അധ്യാപകരും ഇവിടെ ഉണ്ട്. നമ്മുടെ ഈ കുട്ടികൾക്ക്
പ്രോപ്പർ ഗൈഡൻസ് കിട്ടാത്തത് കൊണ്ട് ഇവർ എത്തേണ്ട ഭാഗത്ത് എത്തില്ല. ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിലും ജോലിയുടെ ഭാഗമായിട്ട് ഞാൻ പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് ഇന്ത്യയിലെ ഏറ്റവും ടഫസ്റ്റ് എക്സാമിനേഷനായ ജെഇയുടെ കഥ. ഒരിക്കൽ ഞാൻ IIT കാൺപൂരിൽ ലൈബ്രറിയിൽ സർക്കുലേഷൻ കൗണ്ടറിൽ ഇരിക്കുന്ന സമയത്ത് IIT JEE ഫസ്റ്റ് റാങ്ക് കിട്ടിയ കുട്ടി, 22 ലക്ഷം കുട്ടികളെ പരീക്ഷ എഴുതുക. ഈ 22 ലക്ഷം കുട്ടികളിൽ നിന്നും 1ാം സ്ഥാനം കിട്ടിയ ഒരു കുട്ടി IIT കാൺപൂരിൽ ഉണ്ടായിരുന്നു. ആ സമയം ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു, മോൻ എത്രാം ക്ലാസ് എന്നാണ് ഇതിന് പഠിക്കാൻ തുടങ്ങിയത്? 6ാം ക്ലാസ് എന്ന്. യുസി, 6ാം ക്ലാസ്സിൽ നിന്നാണ് ഈ കുട്ടി പഠിക്കാൻ തുടങ്ങിയത് എന്ന്. 12ാം ക്ലാസ് കഴിഞ്ഞിട്ടാണ് പരീക്ഷ എഴുതേണ്ടത്. എന്നാൽ അതുപോലെ നമ്മുടെ കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിപ്പം രക്ഷിതാക്കളും അധ്യാപകരും കുട്ടികളുള്ളത് കൊണ്ട് വേർ ടു സ്റ്റാർട്ട്, ഐ ആം ഫുള്ളി കൺഫ്യൂസ്ഡ്. ബട്ട് അപ്പോൾ ഈ കുട്ടികൾക്ക് വളരെ പ്രോപ്പർ, പ്രത്യേകിച്ച് മദ്രസ ഉസ്താദുമാർക്ക് ഒരു ഒക്കെ വളരെ വലിയ നമ്മളുടെ ഉയർന്ന മേഖലകളിൽ നമ്മളെ കുട്ടികൾക്ക് എത്തിക്കാൻ കഴിയും. ഇപ്പം എനിക്കറിയാം, ആരും എന്നോട് ചോദിക്കുകയാണ്, എനിക്ക് ഇന്ന് പ്രസംഗിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏക കാരണം എൻ്റെ 3ാം ക്ലാസ്സിലെ ഒരു ഉസ്താദാണ് മദ്രസയിൽ പ്രസംഗം എഴുതി തന്ന. അത് എപ്പോഴും ഉണ്ട്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. അതുകൊണ്ട് മദ്രസ ഉസ്താദ് ഒരു കുട്ടിയുടെ ജീവിതം, അവൻ്റെ ആ പ്രോഗ്രസ് നോക്കുമ്പോൾ നമ്മുടെ മുസ്ലിം കുട്ടികൾക്ക് മദ്രസ ഉസ്താദുമാരുടെ ആ സാന്നിധ്യം, അല്ലെങ്കിൽ അവരുടെ ആ പ്രചോദനം, ഇൻസ്പിറേഷൻ നമുക്ക് എടുത്തു പറയാൻ പറ്റും. റൈറ്റ്? നമുക്ക് ബദ്രുസ്സാദാത്തിൻ്റെ ആത്മകഥയിലുള്ള ഈ ജീവിതം ഇതുവരെ പുസ്തകത്തിലെ ആദ്യത്തെ പേജ് തുടങ്ങുന്നത് എനിക്കിപ്പോൾ പെട്ടെന്ന് ഓർമ്മ വരികയാണ്. ഉസ്താദ് 5ാമത്തെ വയസ്സിൽ പ്രസംഗിക്കാൻ നിൽക്കുന്ന സമയത്ത് അസ്സലാമു അലൈ എന്ന് പറഞ്ഞിട്ട് പൂർത്തിയാക്കാൻ പറ്റുന്നത്. ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത്, ആ പുസ്തകത്തിൽ ബദ്രുസ്സാദാത്ത് സൂചിപ്പിക്കുന്നുണ്ട്, ആ പ്രസംഗം കംപ്ലീറ്റ് ആവുക. ഇന്ന് ഐക്യരാഷ്ട്രസഭയിൽ 3 തവണ വരെ പ്രസംഗിച്ച ഉസ്താദിന് തങ്ങളുടെ ഉസ്താദാണ് പറയുന്നത് തുടരൂ എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത്, മദ്രസയിലെ ഉസ്താദുമാർക്ക് നമ്മുടെ കുട്ടികളെ ലോകത്തിൻ്റെ ഏത് മേഖലയിലേക്കും വളർത്തിക്കൊണ്ടുവരാൻ കഴിയും. നമ്മൾ ആദ്യം വിചാരിക്കണം. തീർച്ചയായിട്ടും ആ ഒരു ലെവലിലേക്ക് നമ്മുടെ കുട്ടികളെ എത്തിക്കാൻ നമുക്ക് തീർച്ചയായിട്ടും കഴിയും. പ്രിയപ്പെട്ട എൻ്റെ കുട്ടികളോട് വീണ്ടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വിജയികളാണ്. യു ആർ ടാലന്റഡ് സ്റ്റുഡൻസ്, അല്ലേ? നമുക്കപ്പോൾ 2ാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, വി ഷുഡ് ബി അപ്ഡേറ്റഡ് അവേഴ്സെൽഫ്. നമ്മളിങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇനി വേറെ ഒന്ന്, വിജയികളായ നമുക്ക് ഉണ്ടാവാൻ പാടില്ലാത്ത മറ്റൊരു സ്വഭാവമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ബീർബൽ രാജാവിൻ്റെ ഒരു കഥയാണ്. പേർഷ്യൻ ചക്രവർത്തിയെ കാണാൻ വേണ്ടിയിട്ട് ബീർബൽ രാജാവ് പോയി. ബീർബലിന് ഇഷ്ടം പോലെ സമ്മാനങ്ങളും അവാർഡുകളും ഒക്കെ ആര് കൊടുത്തു? പേർഷ്യൻ രാജാവ് കൊടുത്തു. അങ്ങനെ അവാർഡുമായിട്ട് ഈ ബീർബൽ മടങ്ങാൻ നിൽക്കുന്ന സമയത്ത് പേർഷ്യയുടെ ആൾക്കാര് ബീർബലിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ചക്രവർത്തിയെയും ഞങ്ങളെ ചക്രവർത്തിയെയും നിങ്ങൾക്ക് താരതമ്യപ്പെടുത്താൻ പറ്റുമോ എന്ന്. അപ്പോ ബീർബൽ പറഞ്ഞു, യെസ്, നിങ്ങളുടെ ചക്രവർത്തി ഒരു പൂർണ്ണചന്ദ്രനാണ്, ഞങ്ങളുടെ ചക്രവർത്തി അക്ബർ ഒരു അർദ്ധചന്ദ്രനാണ്. ഇതും കൂടി കേട്ടപ്പോഴേക്കും സമ്മാനങ്ങളും വീണ്ടും കൂടുതൽ കിട്ടാൻ തുടങ്ങി. കാരണം പൂർണ്ണചന്ദ്രനാണല്ലോ, ഞങ്ങളുടെ ചക്രവർത്തി അർദ്ധചന്ദ്രനാണ്. അങ്ങനെ ഇദ്ദേഹം തൻ്റെ നാട്ടിലെത്തിയപ്പോൾ ഉണ്ട് അക്ബർ ചക്രവർത്തി വളരെ വിഷമിച്ച്, വളരെ ഗൗരവത്തിൽ ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ്. നീ എന്താടോ മറ്റൊരു രാജ്യത്ത് പോയി പറഞ്ഞിട്ടുള്ളത്? ഞാൻ അർദ്ധചന്ദ്രനും പേർഷ്യയുടെ ചക്രവർത്തി പൂർണ്ണചന്ദ്രനുമാണ് എന്നല്ല പറഞ്ഞത്. അപ്പോ ബീർബൽ പറഞ്ഞ ഉത്തരം, നാം ഏതാണ് നല്ലത്? അർദ്ധചന്ദ്രനാണോ പൂർണ്ണചന്ദ്രനാണോ? പൂർണ്ണചന്ദ്രൻ, യെസ്. എന്നാൽ ബീർബൽ പറഞ്ഞു, രാജാവേ, ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാക്കാഞ്ഞിട്ടാണ് ഈ പ്രശ്നമുള്ളത്. കാരണം പൂർണ്ണചന്ദ്രനായി കഴിഞ്ഞാൽ പിന്നെ അത് അസ്തമിച്ചു പോവുകയാണ് ചെയ്യാറുള്ളത്.
അർദ്ധചന്ദ്രനോ അതിങ്ങനെ വലുതായി 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 കൊണ്ടിരിക്കും. റൈറ്റ്? അപ്പോൾ നമ്മൾ പൂർണ്ണചന്ദ്രനാവണോ വേണ്ടത്, അർദ്ധചന്ദ്രനാണോ വേണ്ടത്? എൻ്റെ സ്മാർട്ട് സ്റ്റുഡൻസിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരിക്കലും പൂർണ്ണചന്ദ്രനായി ഞാൻ നാഷണൽ റാങ്ക് ഹോൾഡർ ആണ് എന്നുള്ള ഒരു കിബർ വന്നാൽ ഇബ്നു സഖ്മാരെ പോലെ ആയി മാറും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നമുക്ക് വേണ്ടത് ഞാനൊരു അർദ്ധചന്ദ്രനാണ്, എനിക്ക് ഇനിയും വികസിക്കാൻ കുറേയുണ്ട്, വളരാൻ കുറേയുണ്ട് എന്നുള്ള ഒരു ചിന്തയായിരിക്കണം നിങ്ങളിൽ ഉണ്ടാവേണ്ട മൂന്നാമത്തെ ഗുണം. ദ ഫസ്റ്റ് വൺ പറഞ്ഞു, രണ്ടെണ്ണം പറഞ്ഞു. മൂന്നാമത്തെ ഗുണം, ഞാൻ എപ്പോഴും തവാലു, നമുക്ക് വിനയമാണ് വിജയം എന്ന് പറയുന്നത്. അതാണ് നമ്മളൊരു വലിയ ആള് എന്നുള്ളൊരു ബോധം നമുക്കുണ്ടാവാൻ പാടില്ല. പ്രത്യേകിച്ച് റാങ്ക് ഹോൾഡേഴ്സിനൊക്കെ ആ ഒരു ചിന്ത നമുക്കുണ്ടായാൽ പരാജയം അവിടെ തുടങ്ങും. അതുകൊണ്ട് മിടുക്കരായ എൻ്റെ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നാം ഒരു അർദ്ധചന്ദ്രനായിരിക്കണം. അർദ്ധചന്ദ്രനാവുമ്പോഴാണ് നമ്മളിങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കുക, അല്ലെ? വളർന്നുകൊണ്ട് പൂർണ്ണതയിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞു, ഇതില് നിങ്ങൾക്കൊക്കെ ഒരു പാഷൻ, ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് ബേണിംഗ് ഡിസയർ ആയിരുന്നു. കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ആഗ്രഹം, കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ആഗ്രഹം. ഉറപ്പാണ്, ഒരു 10, 12, 13 കൊല്ലം കഴിഞ്ഞാൽ നിങ്ങൾ ഫ്യൂച്ചർ ലീഡേഴ്സ് ആയിരിക്കും. ഉറപ്പാണ്. നമ്മുടെ സംഘടനയുടെയും നമ്മുടെ SSFിൻ്റെയും SYSൻ്റെയും അതുപോലെ മുസ്ലിം ജമാഅത്തിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ വരാനുള്ള മക്കളാണ് നിങ്ങൾ. നല്ല നല്ല അധ്യാപകർ ഇതിലുണ്ട്, ശാസ്ത്രജ്ഞന്മാരുണ്ട്, കലക്ടേഴ്സ് ഉണ്ടാവും. ഏത് മേഖലയിൽ തെലങ്കാന അന്നൊക്കെ നിങ്ങൾ ആലോചിക്കും, യെസ്, എൻ്റെ ഈ സ്മാർട്ട് സ്കോളർഷിപ്പ്. അതിന് നമുക്ക് എന്താ വേണ്ടത്? വി ഷുഡ് ഹാവ് എ ബേണിംഗ് ഡിസയർ. നമുക്ക് തിളച്ചുമറിയുന്ന ഒരു ആഗ്രഹം നമുക്കുണ്ടാവണം, തിളച്ചുമറിയുന്ന ഒരു ആഗ്രഹം. അതിനാണ് നിങ്ങൾക്ക് സ്മാർട്ട് അവാർഡ് തന്നിരിക്കുന്നത്. എന്താണ് സ്മാർട്ടിന്റെ അർത്ഥം? യെസ് മീൻസ്, വാട്ട് ഈസ് ദ സ്മാർട്ട്? ഐ ഡിഫൈൻ ലൈക്ക് ദിസ്. ഞാൻ ഇങ്ങനെ വിശദീകരിക്കാൻ ഇഷ്ടപ്പെടുകയാണ്. യെസ് മീൻസ് എന്താണ്? സ്മാർട്ട് എന്നതിൻ്റെ പൂർണ്ണരൂപം പറയുമ്പോൾ സിമ്പിൾ. നമ്മൾ വളരെ സിമ്പിൾ, തവാലുഹായിരിക്കണം. എവിടെയാണോ നമുക്ക് അസൂയ, അഹന്ത വരുന്നത്, അവിടെ നമ്മൾ പരാജയപ്പെടും. സിമ്പിൾ ആയിരിക്കണം. റൈറ്റ്? നമ്മൾ എന്തായിരിക്കണം? സിമ്പിൾ ആയിരിക്കണം. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു, ഹാർഡ് വർക്ക് അല്ല ചെയ്യേണ്ടത്, സ്മാർട്ട് വർക്ക് ആണ് ചെയ്യേണ്ടത്. അതിലേക്ക് ഞാൻ വരാം. ഇവിടെയുള്ളത് സിമ്പിൾ ആൻഡ് സീക്ക് നോളജ്. എപ്പോഴും പഠിച്ചുകൊണ്ടേയിരിക്കണം. എന്ന് പഠനം നിർത്തുന്നോ അവിടെ പരാജയം ഉണ്ടാവും. മുത്തുനബി തങ്ങളോട് അള്ളാഹു ആദ്യം പറഞ്ഞത്, ഇഖ്റ, യു റീഡ്, യു സ്റ്റഡി, യു സീക്ക് നോളജ്. നീ പഠിക്കുക എന്നതാണ്. നബിയോട് നിസ്കരിക്കാനോ നോമ്പ് നോൽക്കാനാണോ അള്ളാഹ് ആദ്യം പറഞ്ഞത്? അല്ല. ഇഖ്റ, യു റീഡ്, നീ വായിക്കുക. അപ്പൊ സ്മാർട്ട് സ്കോളർഷിപ്പിലെ യെസ് എന്ന് പറഞ്ഞാലും സിമ്പിൾ ആൻഡ് സീക്ക് നോളജ്, പഠിച്ചുകൊണ്ടേയിരിക്കുക. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, മെയിൻറ്റെയിൻ ഹ്യൂമിലിറ്റി. ഒരു സിംപ്ലിസിറ്റി നമുക്കുണ്ടാവണം. നമുക്ക് ഫസ്റ്റ് റാങ്കും ഗോൾഡ് മെഡലും കിട്ടി എന്നതുകൊണ്ട് മാത്രമല്ല ഇനിയും എനിക്ക് വളരാനുണ്ട് എന്ന് വിചാരിക്കണം. എ മീൻസ് എയിം ഹൈ. വളരെ വലിയ സ്വപ്നം നമ്മൾ കാണണം. അതാണ് സ്മാർട്ടിലെ എ. സീക്ക് നോളജ്, മെയിൻറ്റെയിൻ ഹ്യൂമിലിറ്റി, എയിം ഹൈ. വളരെ വലിയ സ്വപ്നം നമുക്ക് കാണണം. വാട്ട് ഈസ് യുവർ, എന്താണ് മോന്റെ അംബിഷൻ? IAS ഓഫീസർ. മാഷാഅല്ലാഹ്, ഇൻഷാഅല്ലാഹ് IAS ഓഫീസർ. വലിയ ഒരു പണ്ഡിതനാവണം ഇൻഷാഅല്ലാഹ്. ബിസിനസ്മാൻ ഇൻഷാഅല്ലാഹ് എന്ന് പറയണം. IAS, മെക്കാട്രോണിക്സ്. യു സി, മെക്കാട്രോണിക്സ് എഞ്ചിനീയർ. മാഷാഅല്ലാഹ്. ഏത് ക്ലാസ്സിൽ ഇപ്പൊ പഠിക്കുന്നത്? 8ാം ക്ലാസ്. ഓക്കെ. എല്ലാവരോടും ചോദിച്ച് അവർക്കൊക്കെ ഒരു വോട്ട് ചെയ്ത് അവർക്കൊക്കെ ഒരു മൈൻഡ് മാപ്പ് കൊടുത്ത് ഓരോ മാസം ഒക്കെ ഫീഡ്ബാക്ക് ചെയ്താൽ ഇവരൊക്കെ അവിടെ എത്തുന്നേ.
ഇപ്പൊ എല്ലാവരോടും ചോദിക്കുന്നുണ്ട്, സമയം നമ്മളെ അനുവദിക്കാത്തത് കൊണ്ട്. അത് കണ്ടില്ലേ, സിവിൽ സർവീസ്, മഹാനായ ഒരു ഹാഫിളായ പണ്ഡിതനാവണം, ബിസിനസ്സുകാരനാവണം, കലക്ടർ ആവണം, മെക്കാട്രോണിക്സ് ആവണം, ഇങ്ങനെ ഓരോരുത്തർക്ക് ചോദിക്കുമ്പോൾ അതിങ്ങനെ ബേൺ ചെയ്തുകൊണ്ടിരിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നിങ്ങളൊക്കെ സ്മാർട്ടിന് അവകാശികളാണ്. നിങ്ങളൊക്കെ എയും ഹൈ, സ്മാർട്ടിലെ എ നിങ്ങളുണ്ട്. നാലാമത്തെ ആർ, റെസ്പെക്ട് പാരന്റ്സ് ആൻഡ് ടീച്ചേഴ്സ്. ആർ എന്ന് പറഞ്ഞാൽ റെസ്പെക്ട്, ഉസ്താദുമാരെ ബഹുമാനിക്കുക, അധ്യാപകരെ ബഹുമാനിക്കുക, ഉമ്മയെയും ഉപ്പയെയും ട്രസ്റ്റ് ഇൻ അല്ലാഹ്, തവക്കുൽ, അള്ളാഹുവിൽ അങ്ങ് ഭരമേൽപ്പിക്കുക. ഇതാണ് സ്മാർട്ട്. ഇവിടെ രണ്ടാമത്തെ ഇതില് വേറൊരു കാര്യമുള്ളത്. ഇപ്പോ ഞാൻ പറഞ്ഞ ബേണിംഗ് ഡിസയർ, ഞാൻ വരാതിലേക്ക്, ബേണിംഗ് ഡിസയർ, തിളച്ചുമറിയുന്ന ആഗ്രഹം. ഇതിൽ എന്ത് തന്നെ സംഭവിച്ചാലും ഞാൻ എൻ്റെ ആഗ്രഹം നേടിയെടുക്കും എന്നുള്ള ഉറപ്പുള്ള കുട്ടികൾ, സ്റ്റാൻഡപ്പ് ഉറപ്പുള്ളവർ. മാഷാ അല്ലാഹ്, സിറാവ്, ഈ ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലോകത്തിന്റെ നെറുകയിലെത്തും. വാട്ട് ഈസ് യുവർ ആംബിഷൻ? ആർക്കിടെക്ട് ആവണം. എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 3ാം ക്ലാസ്സിൽ. മാഷാ അല്ലാഹ്, ഉസ്താദിന്റെ അടുത്ത് നിന്ന് അവാർഡ് കിട്ടിയല്ലേ? പൈലറ്റ് ആവണം. ഓക്കെ, എല്ലാവരോടും ചോദിക്കണമെങ്കിൽ എനിക്ക് ആഗ്രഹമുണ്ട്. ബട്ട് അപ്പോ ഞാൻ ഫ്രണ്ടിലുള്ളവരെല്ലാം ക്രോസ് ചെയ്തു എന്ന് തോന്നുന്നു. അപ്പൊ ഇതൊക്കെ ആകും എന്നതിന് എന്താ വേണ്ടത്? നമുക്ക് എന്താ വേണ്ടത്? യെസ്, നിങ്ങൾ ആദ്യം വിശ്വസിക്കണം, ഐ ആം ദ സ്മാർട്ട് റാങ്ക് ഹോൾഡർ ഓഫ് സുന്നി വിദ്യാഭ്യാസ ബോർഡ്. സുന്നി വിദ്യാഭ്യാസ ബോർഡ് ലക്ഷക്കണക്കിന് കുട്ടികളുമായിട്ട്, 10,000-കണക്കിന് മദ്രസകളിലെ കുട്ടികളുമായിട്ട് മത്സരിച്ച് 1ാം സ്ഥാനത്തെത്തിയ എനിക്ക് പൈലറ്റ് എന്നൊക്കെ പറഞ്ഞ വളരെ സിമ്പിളാ. അതിനെന്താ വേണ്ടത്? അതിങ്ങനെ എല്ലാ ദിവസവും ബേൺ ആയിക്കൊണ്ടേയിരിക്കണം, ബേണിംഗ് ഡിസയർ ആയിരിക്കണം. അതിൽ പ്രധാനപ്പെട്ട കാര്യമാണ് റെസ്പെക്ട് യുവർ പാരന്റ്സ് ആൻഡ് ടീച്ചേഴ്സ്. ഉമ്മയെ സ്വർഗത്ത് പോവാൻ വളരെ എളുപ്പമാണ്. വന്നറിയണം, ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ 3 ഊ ആലോചിച്ചാൽ മതി എന്ന് പറയാറുണ്ട്. എന്താ 3 ഊ? ഒരു കാര്യം, അഥവാ നമ്മളിപ്പോ വീട്ടില് ആരും ഇല്ല, നമ്മളെടുത്ത് 5G വളരെ ഹൈ എൻഡ് കണക്ഷൻ മൊബൈലൊക്കെ ഉണ്ട്. പക്ഷേ അതിൽ നമ്മൾ ചെയ്യുന്ന കാര്യം ശരിയാണോ തെറ്റാണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു ടെസ്റ്റാണ് 3 ഊ എന്ന് പറയുന്നത്. ഒന്ന്, ഞാൻ ഈ കളിക്കാൻ പോകുന്ന ഗെയിം, ഞാൻ ഈ കാണാൻ പോകുന്ന പടം, ഇതെന്റെ ഉമ്മയോട് പറയാൻ പറ്റുമോ എന്ന് ഫസ്റ്റ് ഊ. കറക്റ്റ്, യെസ് എന്നാണെങ്കിൽ അത് ചെയ്യുക. രണ്ടാമത്തെ ഊ, ഇത് ഉപ്പാനോട് പറയാൻ പറ്റുമോ എന്നാണെങ്കിൽ അതും ക്ലിക്കാണെങ്കിൽ ചെയ്യുക. 3ാമത്തെ കാര്യം, ഉസ്താദിനോട് പറയാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ അത് ചെയ്യുക. അപ്പൊ മൊബൈൽ നമുക്കൊരു പ്രശ്നക്കാരനാവില്ല. എങ്ങനെയാണെങ്കിൽ ഈ 3 ഊ ടെസ്റ്റ് ചെയ്താൽ മതി. ശരിയാണോ തെറ്റാണോ? ശരിയാണോ തെറ്റാണോ? അപ്പൊ മൊബൈലിൽ എന്ത് കാണുമ്പോഴും കളിക്കുമ്പോഴും കേൾക്കുമ്പോഴും ഒക്കെ 3 ഊ ടെസ്റ്റുകൾ ചെയ്യുക. ഉമ്മാനോട് പറയാൻ പറ്റുന്ന കാര്യമാണോ ഇത്? യെസ് ആണെങ്കിൽ ചെയ്യുക. ഉപ്പാനോട് പറയാൻ പറ്റുന്ന കാര്യമാണോ? യെസ് ആണെങ്കിൽ ചെയ്യുക. ഉസ്താദിനോട് പറയാൻ പറ്റുന്ന കാര്യമാണോ? യെസ് എന്നാണെങ്കിൽ ചെയ്യുക. എവിടെയെങ്കിലും നോ എന്ന് പറയുകയാണെങ്കിൽ അത് ചെയ്യാതിരിക്കുക. അപ്പൊ മൊബൈൽ ഉപയോഗിക്കാനുള്ള ഏറ്റവും വലിയ ഗൈഡ് ലൈൻ ഇന്ന് നമ്മുടെ കുട്ടികൾ, നിങ്ങൾക്കറിയൂ, ഇപ്പൊ നിങ്ങൾ ഒരു ഷോർട്സ് കണ്ടു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു റീൽ കണ്ടു എന്ന് വിചാരിക്കുക. അടുത്ത തവണ ആ റീൽസ് തുറക്കുമ്പോൾ അല്ലെങ്കിൽ മൊബൈൽ ഓൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുള്ള സംഗതി പെട്ടെന്ന് വരും. യെസ് ഓർ നോ? യെസ് ഓർ നോ? എന്തുകൊണ്ടത് വരുന്നു? അതാണ് നമ്മുടെ തലച്ചോറിനെ വാടകയ്ക്ക് കൊടുക്കുന്നത് എന്ന് പറയുന്നത്. മെറ്റ എന്ന് പറയുന്നത് കോടിക്കണക്കിന് ബിസിനസ്സാണ് ഇവർ ചെയ്യുന്നത്. അഥവാ നമ്മളുടെ ഒരു റീൽസിൽ 7 സെക്കൻഡ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ, ഒരു ഷോർട്സിൽ 7 മിനിറ്റ് അല്ല, 7 സെക്കൻഡിൽ നിങ്ങൾ 3 തവണ റിപ്പീറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ മെറ്റ, ഈ സോഫ്റ്റ്വെയർ മനസ്സിലാക്കും ഇതിൻ്റെ ആളാണ് ഇദ്ദേഹം എന്ന്. അതുകൊണ്ടാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നൊക്കെ പറയുന്ന അത്. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, ഉമ്മയോടും ഉപ്പയോടും ഉസ്താദിനോടും പറയാൻ പറ്റുന്ന കാര്യങ്ങളെ ഞാൻ മൊബൈലിൽ കാണൂ ചെയ്യൂ എന്നാണ് സ്മാർട്ടിലെ 6ന്റെ ഒരു ബയാൻ.
റെസ്പെക്ട് യുവർ പാരൻസ് ആൻഡ് ടീച്ചേഴ്സ്. നിങ്ങൾക്കറിയോ, നിങ്ങൾ ഇന്ന് ആദ്യം ഈ അവാർഡ് കൊണ്ടുപോകുന്നത് ഉമ്മയ്ക്കായിരിക്കും, ഉപ്പയ്ക്കായിരിക്കും, വല്യമ്മയ്ക്കായിരിക്കും, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇവരോടൊക്കെ കണ്ട് പൊരുത്തം വാങ്ങി നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അവാർഡാണിത്. 10ാം ക്ലാസ്സിലെ A+നേക്കാളും ഏറ്റവും മികച്ച അവാർഡാണിത്. ഇതിനൊരു ബർക്കത്തുള്ള അവാർഡാണ്. പണ്ഡിതന്മാരുടെ ആശീർവാദത്തോടെ കിട്ടുന്ന ഈ അവാർഡ്. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങളുടെ ജീവിതത്തിൽ എയിമായി ഞാൻ പറഞ്ഞു, റെസ്പെക്ട് പാരൻസ്. ആരാണ് ഉമ്മ, ആരാണ് ഉപ്പ? ഇതൊന്നും നമ്മളുടെ വീട്ടിലെ ഏറ്റവും വലിയ സൗണ്ട് ആരുതായിരിക്കണം? ഉമ്മയുടേതായിരിക്കണം, ഉപ്പയുടേതായിരിക്കണം. ഉമ്മാന്റെ സൗണ്ടിനേക്കാൾ വീട്ടിൽ ഒച്ച ഉണ്ടാക്കിയിട്ടുള്ള കുട്ടികളൊന്ന് കൈപോക്കിക്കേ. ആരും ഉണ്ടാക്കിയിട്ടില്ല, ചിലപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഓക്കെ, പോട്ടെ. അപ്പോ ഉമ്മയുടെ സൗണ്ടിനേക്കാൾ വീട്ടിൽ നമ്മളുടെ സൗണ്ട് പൊങ്ങരുത്. ആ വീട്ടിലാണ് ബർക്കത്തുണ്ടാവുക. സ്മാർട്ട് കുട്ടികളൊക്കെ അങ്ങനെയായിരിക്കണം. ഉമ്മ മൊബൈൽ തരുന്നില്ലെങ്കിൽ വാശി പിടിക്കാൻ പറ്റുമോ നമുക്ക്? കാരണം എന്താ? നിങ്ങളുടെ മനസ്സിൽ പറയണം, ഐ ആം എ സ്മാർട്ട് റാങ്ക് ഹോൾഡർ, ഞാനൊരു സ്മാർട്ട് റാങ്ക് ഹോൾഡർ ആണ് എന്നുള്ള ബോധം നമുക്കുണ്ടാവണം. ആരാണ് ഉമ്മ, ആരാണ് ഉപ്പ, ആരാണ് ഉസ്താദ് എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കുള്ള ഒരു ഇൻഡിക്കേഷനും കൂടിയാണ് ഈ അവാർഡൊക്കെ ഉള്ളത്. എനിക്കറിയാം, ഒരു ഉമ്മ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും നിങ്ങളൊരു പക്ഷേ, ബീഹാറില് ഒരു പ്രസവ റൂമിൽ നടന്ന സംഭവം. നമ്മുടെ ഉമ്മ 10 മാസം നമ്മളെ ഗർഭം ധരിച്ച് ആ പൊക്കിൾ കൊടിയിലൂടെ, അല്ലെ, നമ്മുടെ പൊക്കിൾ കൊടി, ആ പൊക്കിളിലൂടെ നമ്മൾ ഉമ്മയുടെ നീരും ചോരയും, ബോയ്സ് ആൻഡ് ഗേൾസ് സ്റ്റാൻഡപ്പ്, ചോരയും ഒക്കെ വലിച്ച് കുടിച്ച് ആ ഉമ്മ നമ്മളെ ജീവിച്ചതാണ്. അപ്പോ ഡെലിവറി ടേബിൾ എന്ന് പറയുന്ന ഒരു ടേബിൾ ഉണ്ടാവും പ്രസവ റൂമില്, ഒരു ടേബിൾ. ആ ടേബിളിൽ ഇങ്ങനെ ഒരു ഉമ്മ കിടക്കുകയാണ്. ഡോക്ടർ വന്ന് നോക്കുമ്പോ എന്തോ പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാക്കി സിസ്റ്ററോട് ഡോക്ടർ പറഞ്ഞു, 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ വരാം എന്ന്. അതോടെ ഈ ഉമ്മയുടെ ജീവൻ പകുതി പോയി. ഒരു ഉമ്മയും എന്താണ് ഡോക്ടർ നേഴ്സിന്റെ ചെവിയിൽ പറഞ്ഞത് എന്നറിയാനുള്ള ത്വര. അങ്ങനെ ആ ഉമ്മ നേഴ്സിനോട് ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഡോക്ടർ? ഹായ്, പ്രശ്നമൊന്നുമില്ല, സിറ്റ് ഡൗൺ. ഹായ്, പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. രണ്ടാമതും 10 മിനിറ്റ് കഴിഞ്ഞ് ഈ ഡോക്ടർ ഉമ്മയുടെ അടുത്തേക്ക് വന്ന് നോക്കുന്നു. ഈ ഉമ്മയുടെ 4 മക്കളും ഇവരുടെ ഉപ്പയും പ്രസവ റൂമിന്റെ പുറത്ത് കാത്തിരിക്കുകയാണ്. ഒരു പെങ്ങളായിരിക്കണം ഇത് എന്ന് പ്രാർത്ഥിച്ച് മിഠായിയായിട്ട് കാത്തിരിക്കുകയാണ്. അവസാനം ഡോക്ടർ വന്ന് സൗണ്ട് ടെസ്റ്റ് ഒക്കെ നോക്കിയപ്പോഴും അങ്ങനെ 10 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും ഡോക്ടർ പരിശോധിച്ചപ്പോൾ ഡോക്ടറുടെ മുഖം മാറുന്നത് കണ്ടു. ഉമ്മയ്ക്ക് വീണ്ടും വെപ്രാളുണ്ടായി, എന്താണ് പ്രശ്നം എന്നുള്ളത്. പക്ഷേ ഡോക്ടർ വീണ്ടും പരിശോധിക്കുകയാണ്. ഡോക്ടർ അവസാനം ഉമ്മയോട് പറയുന്നുണ്ട്, ഉമ്മ, ഒന്നെങ്കിൽ കുട്ടിക്ക് ജീവൻ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ മരിച്ചു പോകും. ആ ഉമ്മയോട് ഡോക്ടർ പറയുന്നതാണ്, ഒന്നെങ്കിൽ കുട്ടി ജീവനോടെ പുറത്തു വരും, അല്ലെങ്കിൽ നിങ്ങൾ മരിച്ചു പോകും. നിങ്ങൾക്ക് 4 മക്കളുണ്ടല്ലോ പുറത്ത്, അവര്. ഓക്കെ, എന്താ ചെയ്യണ്ടേ? നമുക്ക് ഈ കുട്ടിയെ ജീവൻ നശിപ്പിച്ച് അവനെ പുറത്തെടുത്താൽ നിങ്ങൾ രക്ഷപ്പെടും. പ്ലീസ് സ്റ്റാൻഡ് അപ്പ് ബോയ്സ് ആൻഡ് ഗേൾസ്. ആ ഉമ്മാക്ക് 1 മിനിറ്റ് ആലോചിക്കാൻ സമയം കൊടുത്തു ഡോക്ടർ. ആ ഡോക്ടറോട് ഉമ്മ പറഞ്ഞത് എന്താ അറിയോ നിങ്ങൾക്ക്? ഡോക്ടറെ, ഞാൻ മരിച്ചാലും എൻ്റെ കുട്ടി പുറത്തു വരട്ടെ. അങ്ങനെ ആ കുട്ടി പുറത്തു വന്നു. ഉമ്മ മരിച്ചു. ആ കുട്ടിക്ക് ഇന്ന് 23 വയസ്സ്. എനിക്കറിയാം. ഇതാണ് ഉമ്മ. താൻ മരിച്ചാലും തൻ്റെ കുട്ടി ജനിക്കട്ടെ എന്ന് പറഞ്ഞ ഉമ്മ. അതുകൊണ്ടാണ് മുത്തുനബി തങ്ങൾ പറഞ്ഞത്, ഉമ്മയുടെ കാൽക്കീഴിലാണ് സ്വർഗം. ആ കണ്ണിന്ന് വെള്ളക്കെ വരട്ടെ. ഉമ്മയുടെ കാൽക്കീഴിലാണ് സ്വർഗം എന്ന് മുത്തുനബി. അപ്പൊ ഉപ്പയോ ബാബുനിൽ ജന്ന, സ്വർഗത്തിലേക്കുള്ള വാതിലാണ് ഉപ്പ. ഞാൻ പറയട്ടെ, ഈ ഉമ്മയുടെയും ഉപ്പയുടെയും പ്രാർത്ഥനയും ആശീർവാദവും ഇല്ലെങ്കിൽ നിങ്ങൾ ലോകത്ത് എവിടെ ചെന്നിട്ടും കാര്യമില്ലെന്നേ. ഈ ഉമ്മയുടെ
ഉപ്പയുടെ ഉസ്താദിന്റെ ഈ 3 ഊമാരുടെ പ്രാർത്ഥനയിൽ നിങ്ങളുണ്ടെങ്കിൽ വിജയം നിങ്ങൾക്ക് ഉറപ്പാണ്. എനിക്കുറപ്പാണ്, ഇതിൽ ഒരൊറ്റ കുട്ടിയും പേടായി മാറില്ല. അള്ളാഹു നമ്മളെയൊക്കെ ഉന്നതിയുടെ ഉന്നതങ്ങളിലേക്ക് നമ്മൾ എത്തിക്കട്ടെ. അമീൻ. ഉറക്കനെ പറയണം. സിറ്റ് ഡൗൺ. അപ്പൊ അതുകൊണ്ട് ഉപ്പയുടെ ഉസ്താദുമാരുടെ സ്നേഹം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കും. ആരായിരിക്കും നമ്മുടെ ഉമ്മ ഉണ്ടാക്കിയ ഭക്ഷണം നമ്മൾ കഴിക്കില്ലെങ്കിൽ ഉമ്മ കഴിക്കുവോ? ഇല്ല. അത്രയും. പക്ഷെ നമ്മൾ ആ ഉമ്മയ്ക്ക് ആ സ്നേഹം കൊടുക്കുന്നുണ്ടോ, ഉപ്പയ്ക്ക് ആ സ്നേഹം കൊടുക്കുന്നുണ്ടോ എന്ന് നാം ആലോചിക്കണം. അപ്പൊ സ്മാർട്ടിലെ 6 എന്ന് പറഞ്ഞാൽ റെസ്പെക്ട് യുവർ പാരൻസ് ആൻഡ് ടീച്ചേഴ്സ്. ഞാൻ നേരത്തെ പറഞ്ഞു, തവക്കുൽ, അള്ളാഹുവിൽ അങ്ങ് പൂർണ്ണമായി വിശ്വസിക്കുക. ഇതായിരിക്കണം സ്മാർട്ടിന്റെ ഫുൾ ഫോം. അങ്ങനത്തെ മിടുക്കരായ കുട്ടികളാണ് നിങ്ങൾ ഇന്ന് പല തെറ്റുകളും ഉള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. കെട്ടകാലം എന്ന് ആരോ പറഞ്ഞ പോലെ ഈ പക്ഷെ അവിടെ ശരിയാണോ തെറ്റാണോ എന്ന് തീരുമാനിക്കാൻ ഒരു വളരെ എളുപ്പമുള്ള വഴിയാണ് ഞാൻ പറഞ്ഞത്. എന്താ? ഉമ്മയോടും ഉപ്പയോടും ഉസ്താദിനോടും പറയാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ അതെന്തായിരിക്കും? ദാറ്റ് ഈസ് ഗുഡ്. സ്വർഗത്തിലേക്ക് പോകാനുള്ള എളുപ്പമുള്ളതായിരിക്കും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത്, നമ്മളുടെ മനസ്സിൽ സ്മാർട്ട് എന്നതിൻ്റെ പൂർണ്ണരൂപം എപ്പോഴും ഉണ്ടായിരിക്കണം. ഒരു ബേണിംഗ് ഡിസയർ, കത്തിക്കൊണ്ടിരിക്കുന്ന ആഗ്രഹം. ഇപ്പൊ നേരത്തെ ഇയാൾ പറഞ്ഞു ഒരു നല്ല പണ്ഡിതനാവുക എന്ന് പറഞ്ഞാൽ ഇന്ന് നമുക്കറിയോ, നമ്മുടെ ദഅ്വാ കോളേജുകളൊക്കെ 7ാം ക്ലാസ്സിലൊക്കെ കഴിഞ്ഞ് നമ്മുടെ ദഅ്വാ കോളേജുകളിലേക്കൊക്കെ അഡ്മിഷൻ കിട്ടി. എല്ലാ മേഖലയും ഉസ്താദുമാരെന്ന് പറയുമ്പോൾ 2 മേഖല. ഇന്ന് സിവിൽ സർവീസിലാവട്ടെ, JEE ആവട്ടെ, ഡോക്ടേഴ്സ്. ഇപ്പം നിങ്ങൾക്ക് IITസിലൊക്കെ ഇപ്പം എഞ്ചിനീയർ എന്ന് പറയുമ്പോൾ കുട്ടി എന്ത് പറയണം? ഇപ്പം മോൻ മെക്കാട്രോണിക്സ് എന്ന് പറഞ്ഞു. മോൻ എങ്ങനെയാണ് പറയേണ്ടത്? IITയിൽ നിന്നും ഒരു മെക്കാട്രോണിക്സ് എഞ്ചിനീയർ ആവണം. അങ്ങനെ നമ്മളെ ചുരുങ്ങിയത് ഒരു 4.5 ലക്ഷം 5 ലക്ഷം മാസത്തിൽ കിട്ടും. ഓക്കെ. അപ്പൊ അങ്ങനെ കറക്റ്റായിട്ട് നമുക്ക് പറയാൻ കഴിയണം. നമ്മുടെ വിഷൻ നമ്മുടെ ലക്ഷ്യം വളരെ എഴുതി തയ്യാറാക്കിയ ഒരു ലക്ഷ്യം. നിങ്ങളുടെ ഈ ആഗ്രഹം ഉണ്ടല്ലോ, അത് എഴുതി വീട്ടിൽ എവിടെങ്കിലും വെച്ചിട്ടുള്ളവരൊന്ന് കൈപൊക്കിക്കേ. എന്നാൽ ഇന്ന് മുതൽ സ്മാർട്ട് ടാലന്റഡ് സ്റ്റുഡന്റ്, നിങ്ങളുടെ ആഗ്രഹം, ഇൻഷാ അല്ലാഹ് ഐ വുഡ് ലൈക്ക് ടു ബിക്കം എ സ്കോളർ എന്ന് എഴുതി വെച്ച് നിങ്ങൾ പഠിക്കുന്ന ടേബിളിന്റെ തന്നെ വെക്കണം. അത് എല്ലാ ദിവസവും കാണണം. അപ്പോഴാണ് എന്താവുക? ബേണിംഗ് ഡിസയർ ആവുക. ഇപ്പൊ നിങ്ങൾക്കറിയോ, ലോകത്ത് വെച്ച് ഏറ്റവും കൂടുതൽ ശമ്പളം കിട്ടുന്ന CEO ആരാ? മുതലാളിയല്ല, ശമ്പളം കിട്ടുന്ന ഉദ്യോഗസ്ഥൻ CEO, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. സുന്ദർ പിച്ചൈ എന്ന് കേട്ടിട്ടുള്ളവരൊന്ന് കൈപൊക്കിക്കേ. സുന്ദർ പിച്ചൈ. മുതിർന്ന കുട്ടികളെ കേട്ടിട്ടുണ്ട്. മോൻ കേട്ടിട്ടുണ്ടോ? ആരാ? യെസ്, വെരി ഗുഡ്. ഗൂഗിളിന്റെ CEO ആണ് സുന്ദർ പിച്ചൈ. ഞാൻ IIT ഖരഗ്പൂരിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ സുന്ദർ പിച്ചൈ അവിടെ പഠിച്ച ആളാണ്. സുന്ദർ പിച്ചൈ ആ സമയത്തില്ല, പക്ഷെ അവിടെ വന്നിരുന്നു. ഞങ്ങളുടെ കുട്ടികൾ ഇയാളോട് ചോദിച്ചു, സുന്ദർ, ലോകത്ത് വെച്ച് ഏറ്റവും കൂടുതൽ ശമ്പളം കിട്ടുന്ന അദ്ദേഹത്തിന്റെ ഒരു വർഷത്തെ ശമ്പളം ഒരു എത്രയെന്ന് പറഞ്ഞാൽ 10,000 കോടി അങ്ങനെയൊക്കെ ഇങ്ങനെ കൂട്ടല. മനസ്സിലായില്ലേ? അദ്ദേഹത്തിനോട് കുട്ടികൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്, വാട്ട് ആർ ദ സീക്രട്ട് ഓഫ് യുവർ സക്സസ്? ലോകത്ത് വെച്ച് ഏറ്റവും കൂടുതൽ ഹാപ്പി പീപ്പിൾ, ഏറ്റവും കൂടുതൽ ഹാപ്പി എംപ്ലോയീസ് ഉള്ള കമ്പനിയാണ് ഗൂഗിൾ. അവിടെയുള്ള ആർക്കും അങ്ങനെ ഏറ്റവും കൂടുതൽ ശമ്പളമുള്ള ജോലിക്കാരുള്ളതും ഗൂഗിളിൽ തന്നെയാണ്. നമ്മളിങ്ങനെ ഈ സെർച്ച് ചെയ്യുന്ന ഗൂഗിൾ ഉണ്ടല്ലോ, അവിടെ തന്നെ എഞ്ചിനീയർ, മെക്കാട്രോണിക്സ് നല്ല ചാൻസ് ഉണ്ട്. ഇപ്പൊ ഗൂഗിളിൽ ജോലി കിട്ടാൻ IITയിൽ നിന്നും ഒരു മെക്കാട്രോണിക്സ് ഞാൻ നേടിയെടുക്കും. അങ്ങനെ കറക്റ്റായിട്ട് ലക്ഷ്യം ഉണ്ടാവണം, അത് എഴുതി വെക്കണം. അങ്ങനെ ഇദ്ദേഹത്തിനോട് ചോദിച്ചു സുന്ദറിനോട്, സുന്ദർ, നിങ്ങളുടെ സീക്രട്ട് എന്താ? ഞാൻ എൻ്റെ ഈ സ്മാർട്ട് ക്ലാസ്സിൽ ഇന്ന് അത് കൂടി പറയുന്നു. 4D is my secret. 4D ആണ് എൻ്റെ സീക്രട്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. ഒന്നാമത്തെ D, ഡിറ്റർമിനേഷൻ, ഒരു ഉറച്ച തീരുമാനം. നമുക്കൊരു ഉറച്ച തീരുമാനം ഉണ്ടാവണം. നമ്മളിങ്ങനെ ഒരു ഹാവുലായി മട്ടത്തിൽ പോവരുത്. യെസ്, ഇതാണ് എൻ്റെ ലക്ഷ്യം. അതിന് ഉസ്താദുമാരോട് ചോദിക്കാം, ഉമ്മമാരോട് ചോദിക്കാം, എന്തൊക്കെ ചെയ്യണം,
എന്ന് പറയാൻ. നിങ്ങൾക്ക് പ്രത്യേക മെന്ററിങ് പ്രോസസ്സൊക്കെ വരാനിരിക്കുന്നു, പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഡിറ്റർമിനേഷൻ. രണ്ടാമത്തത് ഡിസയർ ഉണ്ടാവണം, ആഗ്രഹം. ഡിസയർ ഇല്ലേ, ആഗ്രഹമില്ലേ, കാര്യങ്ങൾ നടക്കൂല. നല്ലൊരു ഡിസയർ ഉണ്ടാവണം. പണ്ട് ഈ കുണ്ടോട്ട് ഇവിടെ ഒരു കുട്ടിക്ക് കിണറ്റിൽ ചാടിയ ഒരു കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അബൂബക്കറാക്കാക്ക് അവാർഡ് കിട്ടിയ കഥ എന്നുള്ളൊരു കഥ കേട്ടിട്ടുണ്ടോ? കഥയാണ് കാര്യം. അഥവാ ഒരു കുട്ടി കിണറ്റിൽ ചാടി വീണു. ആരും ആ കുട്ടിയെ എന്ത് ചെയ്യുന്നില്ല, രക്ഷപ്പെടുത്തുന്നില്ല. മോനെന്താ ആഗ്രഹം? കളക്ടർ ആവണം. ഓക്കെ, ഗുഡ്, വരാം. അപ്പൊ ഈ കുട്ടി കിണറ്റിലേക്ക് വീണു. ആരും എന്ത് ചെയ്യുന്നില്ല, ഇതിനെ രക്ഷപ്പെടുത്തുന്നില്ല. അവസാനം 96 വയസ്സുള്ള ഒരു അബൂബക്കറാക്ക് ഒറ്റച്ചാട്ടം കിണറ്റിലേക്ക്. അങ്ങനെ എന്ത് ചെയ്തു? ഇദ്ദേഹം ഈ കുട്ടിയെ രക്ഷിച്ചു. ഇയാൾക്ക് പഞ്ചായത്തിന്റെ വക, ജില്ലാ പഞ്ചായത്തിന്റെ വകയ്ക്ക് അവാർഡൊക്കെ കിട്ടി. അവസാനം ഇദ്ദേഹത്തിന് പൊന്നാട കാണിച്ചതിന് ശേഷം അബൂബക്കറാക്കാനോട് പ്രസംഗിക്കാൻ ഒരു ചാൻസ് കൊടുത്തു. അപ്പൊ അബൂബക്കറാക്ക പറഞ്ഞു, വളരെ സന്തോഷമുണ്ട്, എനിക്ക് ഈ അവാർഡൊക്കെ കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. പക്ഷേ എനിക്ക് ഇപ്പോഴും ഒരു കാര്യം അറിയില്ല, ആരാണ് എന്നെ കിണറ്റിക്ക് തള്ളിയിട്ടത്. അബൂബക്കറാക്കാനെ ബാക്കിലൊരു +1 കുട്ടി ഉണ്ടായിരുന്നു. അപ്പൊ അവൻ വിചാരിച്ചത് ഇയാൾക്കിപ്പോ അങ്ങനെ വിചാരിക്കരുത്, 95 വയസ്സായി, ജീവിച്ചാലും ടപ്പ് എന്ന് പറഞ്ഞ മെല്ലെ തള്ളിയതാ. പക്ഷെ ഇദ്ദേഹം ആ കുട്ടിയെ രക്ഷിച്ചു. ഇതുപോലെ ആവരുത് നമ്മളുടെ അവാർഡുകളും പ്ലസ്സുകളൊക്കെ. അബൂബക്കറാക്കാക്ക് കിട്ടിയതുപോലെ നമ്മൾ വാശിയോടെ, ഡിസയറോടെ, ആഗ്രഹത്തോടെ നാം മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ വിജയികളായി മാറുക. നേരത്തെ സുന്ദർ പിച്ചൈ പറഞ്ഞ ഡിസയർ, ആഗ്രഹമുണ്ട്, ആവേശം. നമ്മുടെ APJ അബ്ദുൽ കലാം സാറ് പറഞ്ഞ ബേണിംഗ് ഡിസയർ. അപ്പൊ ഡിറ്റർമിനേഷൻ, ഡിസയർ. പിന്നെയുള്ളത് മുത്തുനബി തങ്ങൾ നമ്മൾ പഠിപ്പിച്ച സമർപ്പണം, ഡെഡിക്കേഷൻ. അതിനങ്ങ് ജീവിതം മാറ്റിവെക്കണം, എങ്കിലേ ലക്ഷ്യത്തിലേക്ക് എത്തൂ. നാലാമത്തെ ഡെഡ് ലൈൻ, എല്ലാത്തിനും ഒരു സമയം ഉണ്ടാവണം. ഇപ്പൊ സ്മാർട്ട് സ്കോളർഷിപ്പ് വാങ്ങിയ കുട്ടികൾ, അവർക്ക് ഈ ദിവസം ഞാൻ ഇത്ര പേജുകൾ വായിക്കും, ഈ ന്യൂസ് പേപ്പേഴ്സ് ഞാൻ വായിക്കും, സിറാജ് ഞാൻ വായിക്കും, റിസാലയിലെ പ്രധാനപ്പെട്ട സെഷൻ കുട്ടികൾക്കുള്ള സെഷനിൽ ഞാൻ വായിക്കും. ഇങ്ങനെ കറക്റ്റായിട്ട് നമ്മൾ എഴുതി തയ്യാറാക്കണം. അപ്പൊ നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ എല്ലാവരും ഇന്ന് വീട്ടിൽ പോയിട്ട് മനോഹരമായി ഇൻഷാ അല്ലാഹ് എന്ന് എഴുതി വെക്കണം. രണ്ടാമത്തത് നിങ്ങളുടെ ഡിറ്റർമിനേഷൻ, ഡിസയർ, താല്പര്യം, ഡെഡിക്കേഷൻ, നമ്മളുടെ സമർപ്പണം, ഡെഡ് ലൈൻ. ഇതാണത്രേ ലോകത്തിൽ ഏറ്റവും വലിയ ശമ്പളം വാങ്ങുന്ന സിഇഒയുടെ രഹസ്യമെന്ന് സുന്ദർ പിച്ചൈ പറഞ്ഞത് ഞാൻ ഓർമ്മിക്കുകയാണ്. സ്റ്റാൻഡപ്പ് ബോയ്സ് ആൻഡ് ഗേൾസ്. അപ്പൊ ഈ 4 Ds ഏതൊക്കെയാ? ഫസ്റ്റ് സെക്കൻഡ് ഡിസയർ, മൂന്നാമത്തെ ഡെഡിക്കേഷൻ, 4 ഡെഡ് ലൈൻ. ഒരു സമയം, ഒരു എല്ലാത്തിനും ഒരു സമയം കണ്ടെത്തുക. സിഡൗൺ. അപ്പൊ ഇങ്ങനെ നിങ്ങൾ ജീവിതത്തിന് ഈ സ്മാർട്ട് അവാർഡ് നിങ്ങൾക്ക് കൂടുതൽ റെസ്പോൺസിബിലിറ്റി തന്നിരിക്കുകയാണ്. ഇനി ഒരു പരീക്ഷയിലും നിങ്ങൾ 2ാം കിടക്കാരാവാൻ പാടില്ല. യെസ് ഓർ നോ? അതിനെന്ത് ചെയ്താൽ മതി? നമ്മൾ ഈ 4 D നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുക. അഥവാ ഡിറ്റർമിനേഷൻ, ഡെഡിക്കേഷൻ, ഡിസയർ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഒരു പക്ഷേ നമ്മൾ എന്ത് ചെയ്യും, ചിലപ്പോൾ വിചാരിച്ചത് നമുക്ക് കിട്ടാതെ പോകും. അങ്ങനെയൊന്നും പ്രശ്നമൊന്നുമില്ല, അതിൽ ടെൻഷൻ അടിക്കാൻ പറ്റില്ല. അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് എവറസ്റ്റ് കീഴടക്കിയ ഹിലാരി. എവറസ്റ്റ് ഇദ്ദേഹം പെട്ടെന്നങ്ങ് കീഴടക്കിയതല്ല, പലതവണ പരാജയപ്പെട്ടിട്ടുണ്ട്. ഈ പലതവണ പരാജയപ്പെട്ട എവറസ്റ്റ് ഇദ്ദേഹം ഒരിക്കൽ കയറാൻ നോക്കി, പോയി പരാജയപ്പെട്ടു. ആ പരാജയപ്പെട്ടു വന്ന ഈ ഹിലാരി വിളിച്ചു പറയുന്ന വാക്ക് ചരിത്രത്തിൽ എഴുതിയിട്ടുണ്ട്. എന്താണറിയോ? അഥവാ ഇദ്ദേഹം കാശൊക്കെ മുടക്കി എവറസ്റ്റ് കീഴടക്കാൻ പോയി, പരാജയപ്പെട്ട് തായോട്ട് വീണ അദ്ദേഹം എവറസ്റ്റിനെ നോക്കി വിളിച്ചു പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ കൊത്തിവെക്കണം. ഹോ മൗണ്ട് എവറസ്റ്റ്, യു ബീറ്റ് മീ ദ ഫസ്റ്റ് ടൈം, but I will come again. I will conquer you because you as a mountain,
യു കനോട്ട് ഗ്രോ, ബട്ട് ആസ് എ ഹ്യൂമൻ ഐ ക്യാൻ ഗ്രോ. എവറസ്റ്റിനോട് ഇദ്ദേഹം പറയാണ്, അലോ എവറസ്റ്റ്, നീ എന്നെ ഇന്ന് പരാജയപ്പെടുത്തിയിരിക്കുന്നു. പക്ഷേ മൗണ്ടെയിൻ, ഒരു മല എന്നുള്ള നിലയ്ക്ക് നിനക്ക് വളരാൻ കഴിയില്ല. പക്ഷേ മനുഷ്യനായ നാം, അതാണ് മനുഷ്യർക്കൊപ്പം, അല്ലേ, മനുഷ്യർക്കൊപ്പം, അഥവാ മനുഷ്യനായ ഞാൻ ഇനിയും വളരും. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എവിടെ നമ്മൾ പരാജയപ്പെട്ട് കഴിഞ്ഞാലും അവിടെ നമ്മൾ ടെൻഷൻ അടിച്ചോ പതറാനൊന്നും പാടില്ല. നമ്മൾ എന്ത് ചെയ്യണം? എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ഹിലാരിയുടെ വാക്കുകൾ, യെസ് മൗണ്ടെയിൻ, യു ബീറ്റ് മീ ടുഡേ ഫസ്റ്റ് ടൈം, but I will come again and I will conquer you. As a mountain you cannot grow, but as a human I can grow. ഇത് നമ്മളുടെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പരീക്ഷയിൽ 1ാം സ്ഥാനവും 2ാം സ്ഥാനവും നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ടെൻഷൻ അടിച്ച് കൗൺസിൽ സെന്ററിലേക്ക് പോകേണ്ട ഒരു ആവശ്യമില്ല. അത് ഒരു ഭാഗമാണ്. പക്ഷേ അടുത്ത പരാജയം, ഇപ്പൊ നിങ്ങൾക്കറിയോ, ഈ എന്താ പറയുക, പരാജയം ലോകത്തിന്റെ നെറുകയിലെത്തിപ്പിക്കും എന്നും പറയാറുണ്ട്. അതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് ഖത്തർ എന്നുള്ള രാജ്യം. വളരെ മരുഭൂമിയായ ഖത്തറിൽ, നിങ്ങൾക്കറിയോ, ഖത്തറിൽ ബഹിഷ്കരണം ഉണ്ടായുമ്പോൾ 12,000-ലധികം പശുക്കളെ വിമാനത്തിൽ കൊണ്ടുവന്ന ഭരണാധികാരിയാണ് ഖത്തറിന്റെ ഭരണാധികാരി. ഒന്ന് ആലോചിച്ച് നോക്കുക, എങ്ങനെയാണ് ഖത്തറിനെ ഒരു നല്ല രാജ്യം, അത് നിങ്ങൾ നന്നായി വായിക്കണം. ഖത്തർ എങ്ങനെ ഇപ്പോഴത്തെ ഖത്തറായി, അഥവാ ലോകകപ്പ് ഫുട്ബോൾ നടക്കാൻ വേണ്ടി ഖത്തർ അപ്ലൈ ചെയ്ത സമയത്ത് അമേരിക്ക അടക്കമുള്ള എല്ലാ രാജ്യങ്ങളും കളിയാക്കി ചിരിച്ചിട്ടുണ്ട്, ഇവരാണോ ലോകകപ്പ് നടത്തുന്നത്. ഇന്ന് വരെ കഴിഞ്ഞ ലോകകപ്പ് മത്സരങ്ങളിൽ ഏറ്റവും നല്ല ലോകകപ്പ് മത്സരമാക്കിയിട്ട് ഖത്തർ ലോകത്തിന്റെ മുമ്പിൽ ഉദാഹരണമായത് എന്താ? പരാജയത്തിൽ നിന്നും വിജയത്തിലേക്ക് എത്താൻ നമുക്ക് കഴിയും. അതുകൊണ്ട് എവിടെയെങ്കിലും നിങ്ങൾ ഞാൻ ജസ്റ്റ് ഒരു റെഫറൻസ് തരികയാണ്, യു ക്യാൻ റീഡ് വെൽ ഇൻ അഡ്വാൻസ്. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, എവിടെയെങ്കിലും നമ്മൾ തോറ്റുപോയി എന്ന് വിചാരിച്ചുകൊണ്ട് നാം ഒരിക്കലും ടെൻഷൻ അടിക്കരുത്. റൈറ്റ്? ടെൻഷൻ അടിക്കുക. പ്രത്യേകിച്ച് ഇപ്പൊ +2 കുട്ടികൾ ഇവിടെ ഉണ്ട്, 10ാം ക്ലാസ്സിൽ ഏതെങ്കിലും ഒരു മാർക്കൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ അത് ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. ഇത് എനിക്ക് വീണ്ടും വളരാനുള്ള കാര്യമാണ് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യും? 1ാം കിടക്കാരായിട്ട് മാറും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് സ്മാർട്ടായിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു, ഹാർഡ് വർക്ക് അല്ല വേണ്ടത്, സ്മാർട്ട് വർക്ക് ആണ് ചെയ്യേണ്ടത്. എന്താണ് അത്? സ്മാർട്ട് വർക്കിന്റെ ഫുൾ ഫോമും കൂടി ഞാൻ പറയാം. യെസ് മീൻസ് സ്പെസിഫിക്. എന്തിനാണ് ഞാൻ ഇത് ചെയ്യുന്നത് എന്ന് നിങ്ങൾ ആലോചിക്കണം. സ്മാർട്ടിലെ എം, ആ സ്മാർട്ടിലെ എം എന്താണ്? മെഷറബിൾ. വൈകുന്നേരം ആകുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഒരു ദിവസം ഇന്ന് ഞാൻ എന്തൊക്കെ ചെയ്തു, ഇന്ന് ഞാൻ എന്തൊക്കെ പഠിച്ചു എന്ന് വൈകുന്നേരം ആവുമ്പോൾ കിടക്കുന്നതിന് മുമ്പ് വ്യക്തമായി ആലോചിച്ച് എഴുതുന്ന കുട്ടികളൊന്ന് എണീറ്റ് നിന്നേ. ഇന്ന് ഞാൻ എന്തൊക്കെ ചെയ്തു എന്ന് എല്ലാ ദിവസവും തൻ്റെ ഡയറിയിൽ എഴുതി വെക്കുന്ന കുട്ടികൾ, ഇങ്ങനെ ആയിരിക്കണം സ്മാർട്ട് കുട്ടികൾ. വൈകുന്നേരം രാവിലെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് നമ്മൾ പ്ലാൻ ചെയ്യുന്നു. വൈകുന്നേരം ആകുമ്പോൾ മെഷർ, അത് അളന്നു നോക്കണം, അറ്റൈനബിൾ ആയിരിക്കണം, നേടിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളെ പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ, ആ റെസ്പോൺസിബിൾ ആയിരിക്കണം. നേരത്തെ ടൈം ബൗണ്ടഡ് ലൈൻ. അപ്പം ഇങ്ങനെ സ്മാർട്ട് വർക്ക് ചെയ്യണം, സ്മാർട്ടായിരിക്കണം, ബേണിംഗ് ഡിസയർ ഉണ്ടായിരിക്കണം. നമ്മളുടെ സ്മാർട്ടിന് ഞാൻ പറഞ്ഞ റെസ്പെക്ട്, ട്രസ്റ്റ്, അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ ലോകത്തിൽ നിങ്ങൾ ചൈനയുടെ ഗ്യാങ്കോ ടെസ്റ്റ് മുതൽ എല്ലാ ടെസ്റ്റും വിജയിക്കാൻ നിങ്ങൾക്ക് കഴിയും. എനിക്ക് ഓർമ്മ വരുന്നത് സിവിൽ സർവീസ് എക്സാമിനേഷനിൽ ഒരു ഫസ്റ്റ് റാങ്ക് കിട്ടിയ, ഇന്റർവ്യൂവിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ കൽക്കത്തയിൽ സൈനബ് എന്നുള്ള ഒരു കുട്ടി ഹിജാബ് ധരിച്ച് ഫുൾ ടെസ്റ്റ് ഇന്റർവ്യൂവിന്റെ ബോർഡിലെത്തിയപ്പോൾ ഈ സൈനബിനോട് എല്ലാ ചോദ്യത്തിനും ഉത്തരം പറഞ്ഞു. ചരിത്രത്തിൽ ആദ്യമാണ്. അപ്പൊ ഹിജാബ് ഇട്ടാലും ഒന്നും നമ്മൾ എവിടെ എത്തും? എല്ലാ മേഖല നമ്മൾ മുസ്ലിം ആയതുകൊണ്ട് എനിക്ക് IAS കിട്ടൂല, IPS കിട്ടൂല, IFS കിട്ടൂല, അങ്ങനെയൊന്നുള്ളതൊന്നുമില്ല. നമ്മൾ ഉഷാറാണ്. നിങ്ങൾക്ക് ഉഷാറായിട്ട് പെർഫോം ചെയ്യാൻ കഴിയോ? ആരെ മുമ്പിലും നമ്മൾ തലകുനിക്കരുത്.
നമ്മൾ സ്മാർട്ട് അവാർഡ് വാങ്ങിയ കുട്ടികളാണ്. നിങ്ങൾ വിചാരിച്ച ഏത് എക്സാമിനും ജയിക്കാനുള്ള കപ്പാസിറ്റി നിങ്ങൾക്കുണ്ട്. അല്ലാതെ ഇവിടെ ബ്രാഹ്മിൻസേ ജയിക്കൂ, നമ്മൾ അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ട് ബോയ്സ് ആൻഡ് ഗേൾസ് സ്റ്റാൻഡപ്പ്, നിങ്ങൾ സ്മാർട്ടാണ്. എല്ലാവരും ഒന്ന് ഉറക്കെ പറഞ്ഞു, ഐ ആം ദ സ്മാർട്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് വിചാരിച്ച ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ എത്തും എന്നുള്ളത് ഉറപ്പാ. ഉറപ്പുള്ളവരൊന്ന് കൈപൊക്കിക്കേ. ആ ഉറപ്പ് അതിന് എന്തായിരിക്കണം? വി ഷുഡ് ബി സ്മാർട്ട്. നിങ്ങൾ ആൾറെഡി സ്മാർട്ട് വിന്നേഴ്സ് ആണ്. ഇനി നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ നിങ്ങൾ സ്മാർട്ട് എന്നുള്ള അപ്രോച്ച്, സ്മാർട്ട്, സ്പെസിഫിക്, മെഷറബിൾ, അറ്റൈനബിൾ, റെസ്പോൺസിബിൾ, ടൈം ബൗണ്ട് എന്ന ആ ഫിലോസഫി സ്മാർട്ടിന്റെ കൂടെ നിങ്ങൾ നടപ്പിൽ വരുത്തിയാൽ നിങ്ങൾ തന്നെയായിരിക്കും ഒന്നാം കിടക്കാർ. മനസ്സിലാവും? റൈറ്റ്? ആ ഒരു ലെവലിലേക്ക് നമുക്ക് വളരാൻ, അല്ലെങ്കിൽ നിങ്ങളെ വളർത്താൻ സുന്നി വിദ്യാഭ്യാസ ബോർഡൊക്കെ വളരെ വലിയ പ്രോജക്റ്റുകളുമായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നമ്മളിൽ വിശ്വസിക്കുക. ബിലീവ് ഇൻ യുവർ സെൽഫ്. നമ്മളിൽ വിശ്വസിക്കുക. മറ്റുള്ളവർ എന്തു പറയുന്നു എന്ന് നാം നോക്കരുത്. ചില സമയത്ത് നമ്മൾ ചെവിപ്പൊട്ടനാവേണ്ടി വരും. പണ്ട് കുറെ തവളകള് ഒരു കിണറ്റിൽ പെട്ടുപോയി. അങ്ങനെ അവരെന്ത് ചെയ്തു? അതിൽ മണ്ണിടാൻ തുടങ്ങുന്ന സമയത്ത് തവളകളൊക്കെ കയറിയിട്ട് രക്ഷപ്പെടാൻ തുടങ്ങി. അതിൽ എല്ലാ തവളകളോടും ആൾക്കാർ, ഫ്രണ്ട്സ് പറഞ്ഞു, അത് നീ എങ്ങോട്ടാടോ ചാടുന്നത്, രക്ഷപ്പെടൂല, ഇത്രയും ഉയരത്തിൽ ചാടി 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 നീ. അങ്ങനെ എല്ലാ തവളകളും ഇത് കേട്ടു, ഈ കിണറിന് ഇത്ര ഉയരമുണ്ട്, അതുകൊണ്ട് നീ അവിടെ തന്നെ നിന്നോ, നീ ചാവാൻ പോകണം. പക്ഷെ ഒരു തവള ഉണ്ട്, ഇങ്ങനെ ശക്തമായി മുന്നോട്ട് ചാടി ഉഷാറായിട്ട് വന്ന് രക്ഷപ്പെട്ടു. അപ്പോൾ ആലോചിച്ച് നോക്കുമ്പോഴാണ് ഈ തവളയ്ക്ക് ചെവി കേൾക്കില്ല. കാരണം എന്താ? ഈ തവളയ്ക്ക് ചെവി കേൾക്കില്ല. കാരണം ഈ ആൾക്കാർ പറയുന്ന കഴിയില്ലടോ, നിന്നെ കൊണ്ട് കഴിയില്ല എന്ന് പറയുന്നത് ആര് കേട്ടില്ല? ആര് കേട്ടില്ല? ചെവിപ്പൊട്ടനായ തവള കേട്ടില്ല. അതുകൊണ്ട് നെഗറ്റീവ് പറയുന്നവരെ ചെവി കൊൾക്കാതിരിക്കുക. നിങ്ങളെ കളിയാക്കുന്നവരെ, നിങ്ങൾക്ക് കഴിയില്ല എന്ന് പറയുന്നവരെ എന്ത് ചെയ്യുക? നിങ്ങൾ കേൾക്കാതിരിക്കുക. അങ്ങനെ ആകുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക? വിജയിക്കുക. മനസ്സിലായില്ലേ? അതിന്റെ കൂടെ തന്നെ ലോകത്ത് വെച്ച് ഏറ്റവും വലിയ, ഞാൻ നേരത്തെ പറഞ്ഞു സ്മാർട്ടിലെ സിമ്പിൾ ആൻഡ് സീക്ക് നോളജ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പ്രാർത്ഥിക്കാറ്? ലോകത്ത് വെച്ച് ഏറ്റവും വലിയ വിവരമുള്ള ആൾ, കാമിലായ ആലിമാരാണ് മുത്തുനബി തങ്ങളാണ്. പക്ഷേ മുത്തുനബി തങ്ങൾ പ്രാർത്ഥിക്കുന്നത് റബ്ബി സിദ്നി ഇൽമ, എനിക്ക് വിവരം കൂട്ടിത്തരണമേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ലോകത്ത് വെച്ച് ഏറ്റവും വലിയ പണ്ഡിതനായ മുത്തുനബി നമ്മെ പഠിപ്പിച്ചത് എന്താണ്? നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുക. എന്തിനു വേണ്ടിയിട്ട്? വിവരമുണ്ടാകാൻ വേണ്ടിയിട്ട്, വിവരം വർദ്ധിപ്പിച്ചു തരാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം. നമുക്കൊക്കെ ഉള്ള ഈ അവാർഡുകൾ, നമുക്ക് കിട്ടിയ അവാർഡുകൾ ജീവിതത്തിൽ നമ്മൾ പണ്ട് പരീക്ഷയിൽ അയൽവാസിയോടുള്ള മര്യാദകൾ എഴുതിയ ഒരു കുട്ടിയുണ്ട്. ഒരു അയൽവാസികളുടെ മര്യാദകൾ എന്തൊക്കെയെന്ന് ഒരു പേജിൽ എഴുതി 100-ൽ 100 മാർക്ക് വാങ്ങിയ ഒരു കുട്ടി. തൊട്ടടുത്തിരിക്കുന്ന കുട്ടിക്ക് 100-ൽ 0 കിട്ടി. അവസാനം പരീക്ഷാ പേപ്പറുമായിട്ട് വീട്ടിലേക്ക് പോകുമ്പോൾ 100-ൽ 0 കിട്ടിയ കുട്ടി 100-ൽ 100 മാർക്ക് കിട്ടിയ കുട്ടിയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നീ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യൂ, എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ആള് ഒരു രോഗിയായി കിടക്കുകയാണ്, അവിടെ ആരുമില്ല. അദ്ദേഹം ഒരു സാന്ത്വന പ്രവർത്തകന്റെ മകനായിരുന്നു ഈ കുട്ടി. അങ്ങനെ എന്ത് ചെയ്തു? ഇവന് 100-ൽ 100 കിട്ടിയിട്ടുണ്ട്. അയൽവാസിയുടെ മര്യാദ എഴുതി 100-ൽ 100 0 കിട്ടിയ കുട്ടി പറഞ്ഞു, നീ വാ, നമുക്ക് അയാളെ ഹോസ്പിറ്റലിലേക്ക് ഒരു ഓട്ടോയിൽ കൊണ്ടുപോകാം. ഈ 100-ൽ 100 കിട്ടിയ കുട്ടി പറഞ്ഞു, എനിക്ക് സമയമില്ല. ഇവിടെ ആർക്കാണ് 100-ൽ 100 കൊടുക്കേണ്ടത്? ഈ അയൽവാസിയെ ഹോസ്പിറ്റലിൽ. അതുപോലെ ആയിരിക്കണം സ്മാർട്ട്. നിങ്ങൾക്ക് യു ഹാവ് എ ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി. നിങ്ങൾക്ക് വളരെ വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട്. നിങ്ങളുടെ നടത്തത്തിലും ഇരുത്തത്തിലും ചിന്തയിലും പരീക്ഷയിലും ഒക്കെ നിങ്ങൾ വിചാരിക്കണം, മഹാപണ്ഡിതന്മാർ രൂപം കൊടുത്ത സുന്നി വിദ്യാഭ്യാസ ബോർഡിലൂടെ നാഷണൽ റാങ്ക് ഹോൾഡേഴ്സ് ആണ് ഞാൻ.
എൻ്റെ ഭാഗത്ത് നിന്ന് മര്യാദക്കേടുണ്ടാവരുത്. ഈമാനും ഇസ്ലാമും പോലെ ഇഹ്സാൻ കാര്യങ്ങളിലും നമ്മൾ സ്മാർട്ടാവണം. പള്ളിയിൽ പോകുമ്പോൾ വയസ്സന്മാരെ എവിടെയാണ് വയസ്സന്മാരോട് എങ്ങനെ പെരുമാറണം, ചെറിയ ആൾക്കാരോട് എങ്ങനെ പെരുമാറണം, ഈ ഇഹ്സാൻ കാര്യങ്ങളിലും നിങ്ങൾ ടോപ്പായിരിക്കണം. അപ്പൊ സ്മാർട്ട് അവാർഡ് എന്ന് പറയുമ്പോൾ യു ഷുഡ് ബി സ്മാർട്ട് ഇൻ ഓൾ ദ ആസ്പെക്ട്സ്. ഇവിടെ ശ്രദ്ധിക്കുക, പണ്ട് ഒരു കമ്പനിയുടെ CEO 450 മാനേജേഴ്സിനെ വിളിച്ചു. അവർക്കൊക്കെ ഓർക്കിഡിന്റെ വിത്ത് കൊടുത്തു. ഞാൻ പലപ്പോഴും പറഞ്ഞ ഒരു വിഷയങ്ങൾ കേട്ടിട്ടുണ്ടാവാം. ആ ഓർക്കിഡിന്റെ വിത്ത് കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ എല്ലാവരും 2 മാസം കഴിഞ്ഞിട്ട് ഇത് മുളപ്പിച്ചു കൊണ്ടുവരണം. അങ്ങനെ ഈ 450 മാനേജേഴ്സും വീട്ടിലേക്ക് പോയി ഈ ഓർക്കിഡ് ചെടി ഈ വിത്ത് മുളപ്പിക്കാൻ നിന്നു. അങ്ങനെ 2 മാസം കഴിഞ്ഞപ്പോൾ ഒരു 7 സ്റ്റാർ ഹോട്ടലിലേക്ക് ഇവരെല്ലാവരും ഒരു മീറ്റിങ്ങിന് CEO വിളിച്ചു. അങ്ങനെ CEO വിളിച്ച എല്ലാവരും ഉണ്ട്, നല്ല പൂക്കളുമായിട്ടുള്ള ചെടികളുമായി വന്നിട്ടുണ്ട്. അതില് 449 മാനേജേഴ്സും അവരുടെ ഭാര്യമാരുണ്ട്, അവരുടെ ഭർത്താക്കന്മാരുണ്ട്. ഒരാൾ മാത്രമുണ്ട് ഒരു കാലിച്ചട്ടിയായിട്ട് വന്നിരിക്കുന്നു. 449 ആൾക്കാരും നല്ല ചെടി മുളപ്പിച്ച് വന്നിട്ടുണ്ട്, പൂവിട്ടിട്ടുണ്ട്. ഒരാൾ പാവം, അയാളും ഭാര്യയുണ്ട്, കാലിച്ചട്ടിയായിട്ട് വന്നിട്ടുണ്ട്. അവസാനം മീറ്റിംഗ് തുടങ്ങി. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, യെസ്, ടുഡേ ഈസ് ദ മീറ്റിംഗ്. വി ആർ ഗോയിങ് ടു റിക്രൂട്ട് the new CEO for this company. ഞാൻ ഏതായാലും റിട്ടയർ ആവാൻ പോവാണ്. നമ്മുടെ ഈ പുതിയ കമ്പനിക്ക് ഒരു CEO വേണം. അത് ഇന്ന് ഇവിടെ തീരുമാനിക്കാൻ പോവാണ് എന്ന് പറഞ്ഞു. ഓരോരുത്തർക്കും ഇങ്ങനെ ചാൻസ് കൊടുത്തു. എങ്ങനെയാണ് നിങ്ങൾ ഈ ഓർക്കിഡ് ചെടി വിത്ത് മുളപ്പിച്ചത് എന്ന്. അവസാനം ഒരു കാലിച്ചട്ടിയായിട്ട് വന്ന ആ മാനേജറെയും വൈഫിനെയും സ്റ്റേജിലേക്ക് വിളിച്ചു വരുത്തി. അവർ പറഞ്ഞു, ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, വി ട്രൈഡ് ദ ബെസ്റ്റ്. ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്തു ഞങ്ങളുടെ ഈ വിത്ത് മുളപ്പിക്കാൻ, പക്ഷേ അത് മുളച്ചില്ല. ഉടനെ കമ്പനിയുടെ CEO പറഞ്ഞു, യെസ്, യു ആർ ദ നെക്സ്റ്റ് CEO ഓഫ് ദിസ് കമ്പനി. ഈ കമ്പനിയുടെ അടുത്ത CEO നിങ്ങളാണ്. ആകെ അന്തം വിട്ടുപോയി. മുളപ്പിക്കാതെ വന്ന ഇദ്ദേഹം CEO ആയി. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ 2 മാസം മുമ്പ് നിങ്ങൾക്കൊക്കെ തന്നിരിക്കുന്നത് ചൂടുവെള്ളത്തിൽ തിളപ്പിച്ച വിത്തായിരുന്നു. അത് മുളക്കില്ല എന്ന് എനിക്കറിയാം. നിങ്ങളൊക്കെ അധികാര കസേരയ്ക്ക് വേണ്ടിയിട്ട് വേറെ മാർക്കറ്റിൽ നിന്നും വിത്ത് വാങ്ങി മുളപ്പിച്ച് വന്ന് ഉള്ള ആളാണ്. പക്ഷേ അതുകൊണ്ട് ഒരു കമ്പനിയുടെ CEO ആവാൻ, ഒരു സ്ഥാപനത്തിൻ്റെ ഡയറക്ടർ ആവാൻ, ഒരു കുടുംബത്തിൻ്റെ നാഥനാവാൻ ഏറ്റവും നല്ല ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ട്രസ്റ്റ്, വിശ്വസ്തതയാണ്. അതുകൊണ്ട് എൻ്റെ മക്കളോട്, രക്ഷിതാക്കളോട്, അധ്യാപകരോട് എനിക്ക് പറയാനുള്ളത്, നമ്മളെ വിശ്വസിക്കണം, അയൽവാസിയെ വിശ്വസിക്കണം, ഭാര്യയെ വിശ്വസിക്കണം, ഭർത്താവിനെ വിശ്വസിക്കണം, മക്കളെ വിശ്വസിക്കണം. അങ്ങനെയുള്ളൊരു കൾച്ചർ ഉണ്ടാകുമ്പോഴാണ് എക്സലൻസ് ഉണ്ടാവുക. അങ്ങനെ ഒരു കൾച്ചർ ഉണ്ടാവുമ്പോഴാണ് നമ്മൾ വിജയികളായി മാറുക. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മക്കളോട്, അധ്യാപകരോട് ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. ടീച്ചർ എന്ന പദത്തിൻ്റെ അർത്ഥം ഗുരു എന്ന സംസ്കൃത പദമാണല്ലോ. ഗു എന്ന് പറഞ്ഞ സംസ്കൃത പദത്തിൻ്റെ അർത്ഥം ഇരുട്ട് എന്നാണ്. രു എന്ന് പറഞ്ഞാൽ രോദിക്കുക. ഇരുട്ടിൽ നിന്നും രോദിക്കുന്നവനാണ് അധ്യാപകൻ. ഇൻസ്റ്റയാകുന്ന ഇരുട്ട്, ADM ആകുന്ന ഇരുട്ടുകൾ, ഫേസ്ബുക്ക് ആകുന്ന ഇരുട്ടുകൾ, റീൽസുകളാകുന്ന ഈ ഇരുട്ടുകൾ, ഈ ഇരുട്ടുകളിൽ നിന്ന് എങ്ങനെ ഈ കുട്ടികളെ സൈക്കോളജിക്കലി രോധിക്കാൻ കഴിയും? അവനാണ് ഗുരുനാഥൻ. അമീൻ സാർ പറയുന്ന പോലെ അല്ലെ, അത് തന്നെയാണ് സംസ്കൃതത്തിലും പറയുന്നത്. ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാനുള്ളതാണ് ഇതുള്ളത്. അധ്യാപകർ എന്ന് പറയുന്ന വലിയ ദൗത്യമാണ്. രക്ഷിതാക്കൾക്ക്, നമുക്കറിയോ, ഈ കുട്ടികളെ മതം പഠിപ്പിക്കുക എന്നുള്ളത് കുട്ടി നിസ്കാരം ശരിയായില്ലെങ്കിൽ, കുട്ടി നോമ്പ് നോൽക്കുന്നത് ശരിയായിട്ടില്ലെങ്കിൽ അള്ളാഹിനോട് ഉത്തരം പറയേണ്ടത് ഉസ്താദുമാരല്ല, നമ്മളെ മക്കളുടെ മതപഠനം പഠിപ്പിക്കേണ്ടത് നമ്മളുടെ ബാധ്യതയാണ്. ഉസ്താദുമാർ നമ്മളെ സഹായിക്കുകയാണ്. അതുകൊണ്ട് ഉസ്താദുമാരും ഈ 4 തൂണുകൾ, വിദ്യാഭ്യാസത്തിന്റെ 4 തൂണുകൾ, ഉമ്മയും ഉപ്പയും അധ്യാപകരും കൂട്ടുകാരും. ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസം പൂർണ്ണമാണെങ്കിൽ ഈ 4 ഘടകങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യണം. കുട്ടി,
കൂട്ടുകാരൻ, ഉമ്മ, അധ്യാപകർ, പാരൻസ്, ഇതെല്ലാം കൂടി ഒരുമിച്ച് തള്ളുന്നൊരു വേള. എനിക്കുറപ്പുണ്ട് നമ്മളുടെ ഈ 60 കുട്ടികൾ, അതുപോലെ നമുക്കുള്ള കുട്ടികൾ, അവരെ നമ്മൾ കറക്റ്റ് ഗൈഡൻസ് ചെയ്തു കഴിഞ്ഞാൽ ലോകത്തിന് മാതൃകയുള്ള മിടുക്കരാക്കി മാറ്റാൻ കഴിയും. പ്രത്യേകിച്ച് ഈ സ്മാർട്ട് സ്റ്റുഡൻസ്. അതിന് സർവശക്തൻ തുണ നൽകട്ടെ.